കൃഷ്ണ ഓൾ വൈഷ്ണവാസ്. നമ്മൾ പലതരത്തിലുള്ള യജ്ഞങ്ങൾ, പല മോഡ്സ്, 3 മോഡ്സ് ഉണ്ട്. സത്ത് ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 പ്രകൃതി ഗുണങ്ങളിലും ചെയ്യുന്ന ഇപ്പൊ ഈ ഒരു 3 ശ്ലോകത്തിൽ നമ്മൾ യജ്ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നു അല്ലെ, നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ പല തരത്തിലുള്ള മോഡ്സിനനുസരിച്ചാണ് ജീവജാലങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരുടെ കർമ്മം എന്ന് പറയുന്നത് ആ പല തരത്തിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതാണ് നമ്മളിവിടെ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചും മനുഷ്യർ ചെയ്യുന്ന ഓരോ തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചും ഇവിടെ പഠിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യത്തതിൽ പറയുന്നത് എന്താണ്? യജ്ഞം എന്ന് പറയുന്നത് അഫലകാംക്ഷ. അഫലകാംക്ഷ എന്ന് പറഞ്ഞാല് ഒരു ഫലവും ആഗ്രഹിക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ വിധിദൃഷ്ട്യ, വിധിപ്രകാരം അനുസരിച്ച് ചെയ്യുക. വിധിപ്രകാരം എന്ന് പറയുമ്പോൾ വേദങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ, ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സത്വഗുണത്തിൽപ്പെട്ട യജ്ഞമാണ് എന്ന് പറയാം. അപ്പോ സത്വഗുണത്തിലുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും ശുദ്ധമായത് ഉള്ളതിൽ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഏതാണ്? സത്വഗുണത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ സത്വഗുണത്തിലാണ് ഒരു യജ്ഞം ചെയ്യേണ്ടതെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? നമ്മള് ഫലമൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്ക് ഗീതയില് 2.47 പറഞ്ഞിട്ടുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേ ദുർഭുർ മാതേ സങ്കുസ്തു കർമ്മണി. അതിൽ പറയുന്നുണ്ട്, സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ അധികാരമുള്ളൂ, കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവും നമുക്ക് ഇല്ല എന്നുള്ളത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ നിന്ന് ഈ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുള്ള ഫലം, അതിൽ നിന്ന് എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഹേതു താനാണ് എന്ന് കരുതി അഹങ്കരിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ജീവാത്മാക്കള് ഞാൻ 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 എന്നുള്ള ഭാവത്തിൽ പല കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും അതിന്റെ എല്ലാം ഫലം, അതിന്റെ എല്ലാം ഗുണം എല്ലാം എനിക്കാണ്, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണമെന്ന് അവകാശപ്പെടുന്നുണ്ട്. അത് തെറ്റാണ്. അപ്പോ 2.47 പറയുന്നു, സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയുകയും ചെയ്യരുത്. സ്വന്തം കർത്തവ്യം മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. തന്റെ കർത്തവ്യം എന്താണോ അത് അനുഷ്ഠിക്കുകയും വേണം. തനിക്ക് അവിടെ ഒരു ബൂസ്റ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട്, ബൂസ്റ്റ് മീൻസ് എന്താ? ബൂസ്റ്റിങ്. എന്നെ അവിടെ ആദരിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ഇത് തന്നില്ല, ക്രെഡിറ്റ് എനിക്ക് തന്നിട്ടില്ല എന്ന് വെച്ചിട്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കരുത്. നമുക്ക് എല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണമെന്ന് ഭഗവാൻ 2.47 നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ അഭിസന്ധായാത്തു ഫലം. അതിൽ പറയുന്നത് രജോ ഗുണത്തിൽപ്പെട്ട ഒരു കർമ്മത്തെ കുറിച്ചാണ്. രജോ ഗുണത്തിൽ യജ്ഞം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? രജോ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടൊരു പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാവരുത്. ഒരു പൊസിഷന് വേണ്ടിയിട്ടോ ഒരു അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും താനാണ് ഉയർന്നത് എന്ന് കാട്ടിക്കൂട്ടാനോ വേണ്ടിയിട്ട് ആയിരിക്കരുത്. ഗർവ് കാട്ടാനായിരിക്കരുത്. തന്റെ ഗർവ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ യജ്ഞം ചെയ്യുന്നത്. യജ്ഞം എന്ന് പറയുമ്പോൾ ഏതൊരു കർമ്മവും ചെയ്യുന്നത് അത് ഭഗവാന് വേണ്ടിയിട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തന്റെ സ്വന്തമായ ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി, തന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് ജീവാത്മാ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു യജ്ഞം ചെയ്യുന്നുവെങ്കിൽ, ഇപ്പോ നമ്മള് മന്ത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദുർമന്ത്രവാദം മാതിരി അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ ചെയ്യും. ദേവന്മാർക്ക് യജ്ഞം ചെയ്യും അല്ലെ. ഇങ്ങനെയൊക്കെ പലതരത്തിൽ ചെയ്യും. പക്ഷെ അതെല്ലാം നമുക്കുള്ള ഭൗതികമായിട്ടുള്ള പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അത് തന്റെ ഗർവ് കൂട്ടുകയേ ഉള്ളൂ. അങ്ങനെ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമെല്ലാം, യജ്ഞമെല്ലാം എന്താണ്? രാജസമാണെന്ന് അറിയുക എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തത് നമുക്ക് 13-ാമത്തതില് പറയുന്നത് ഡിസ്റിഗാർഡിങ് സ്ക്രിപ്റ്റേഴ്സ് ആണ്. ഒരിക്കലും നമ്മൾ വേദവിധി പ്രകാരമല്ല ചെയ്യുന്നത്, ശാസ്ത്രത്തിനനുസരിച്ചല്ല ചെയ്യുന്നത്. വിധിഹീനം, ആ വിധി അനുസരിച്ച് ഒരിക്കലും വിധിയെ നമ്മൾ എന്താണെന്ന് പോലും നോക്കാതെ, ശാസ്ത്രം എന്താണെന്ന് പോലും അറിയാതെ, പ്രോപ്പറായിട്ടുള്ള മന്ത്രം ചൊല്ലാതെ, കള്ളത്തരത്തിൽ ഇപ്പം
ഈ ബലിയൊക്കെ ഇടുന്നിടത്ത് ഒത്തിരി പുരോഹിതന്മാർ വന്നിരിക്കും. പക്ഷെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവർക്ക് പ്രോപ്പറായിട്ട് മന്ത്രം ചൊല്ലാൻ അറിയുമോ, അവർ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. ആ ബലിയിടുന്ന സമയത്ത് എല്ലാവരും ചെന്ന് ഓരോരോ ആളുകളുടെ അടുത്തിരിക്കുന്നു അല്ലെ, അവർ ചൊല്ലുന്ന മന്ത്രം കറക്റ്റ് ആണോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് ചൊല്ലിയാൽ പൈസ കിട്ടും എന്നുള്ള ഒരു തരത്തിൽ പലരും ചിലപ്പോൾ കള്ളത്തരത്തിലും വന്ന് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ മന്ത്രം പോലും അറിയാണ്ട് പ്രോപ്പറായിട്ട് അല്ലാണ്ട് ചെയ്യുന്നത്. ഇനി ചിലർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കർമ്മങ്ങൾ യജ്ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് പ്രീസ്റ്റിന് ദക്ഷിണ കൊടുക്കൂല. ദക്ഷിണ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും അത് ചെയ്ത പുരോഹിതന്മാർക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം കഴിയുന്നത് വരെ ദക്ഷിണ തരാം എന്നൊക്കെ പറയും. പക്ഷെ അവസാനം എന്ത് ചെയ്യില്ല, ദക്ഷിണ കൊടുക്കില്ല. എന്തെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് അവർക്ക് ദക്ഷിണ കൊടുക്കാതിരിക്കും. അതുപോലെ ശ്രദ്ധാവിരഹിതം, ശ്രദ്ധയില്ലാതെ ചെയ്യുക, അതിൽ അത്രത്തോളം വിശ്വാസമില്ല. ഓ, ചെയ്തത് ഫലിക്കുമെന്ന് ആർക്കറിയാം, ഈ ചെയ്തതിന്റെ ഫലം വരുമ്പോൾ ഞാൻ ദക്ഷിണ തരാം എന്നുള്ള തരത്തില് ആ ചെയ്ത പ്രവൃത്തിയില് ദക്ഷിണ കൊടുക്കാതെയും വിശ്വാസമില്ലാതെയും ഒരു യജ്ഞം അനുഷ്ഠിക്കുക. പലപ്പോഴും നമ്മൾ ഒരു യജ്ഞം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു യജ്ഞം ഉണ്ട്, ഓ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വരാന്നേ ഉള്ളൂ എന്നുള്ള തരത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ സംബന്ധിക്കും അല്ലെ. അപ്പോ ചിലര് പിന്നെ വരികയേ ഇല്ല. അപ്പോ ഇവിടെ ശ്രദ്ധയില്ലാണ്ട് വിശ്വാസമില്ലാണ്ട് ചെയ്യുന്ന യജ്ഞം ഇതെല്ലാം തന്നെ എങ്ങനെയാണ്, തമോ ഗുണത്തിലുള്ളതാണ്. അതുപോലെ തന്നെ പ്രസാദം കൊടുക്കാതെ, പ്രസാദ വിതരണം, ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും അവിടെ എന്ത് ചെയ്യണം, പ്രസാദം കൊടുക്കണം, പ്രസാദം വിതരണം ചെയ്യണം മറ്റുള്ളവർക്ക്. നമ്മൾ ഗോവർദ്ധൻ ലീലയിൽ കണ്ടിരുന്നു അല്ലേ. ഗോവർദ്ധൻ ലീലയിൽ എങ്ങനെയായിരുന്നു, ഗോവർദ്ധന് കൊടുത്ത ഭോഗ എല്ലാം തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെയും 30 ദേവഗണങ്ങൾക്ക്, അവിടെ ഗോവർദ്ധൻ ലീലയിൽ ഇന്ദ്രന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അപ്പൊ ദേവഗണങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളെല്ലാം തന്നെ ഈ യജ്ഞങ്ങളെല്ലാം സമർപ്പിക്കേണ്ടത് ആർക്കാണ്, ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. നമ്മൾ 3.9 നോക്കിക്കഴിഞ്ഞാല് ഭഗവത്ഗീതയില് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര എന്ന് പറയുന്നുണ്ട്. അതെന്താണ്, കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതെല്ലാം ആർക്ക് വേണ്ടിയാണ്, ഭഗവാന് വേണ്ടിയിട്ടുള്ള യജ്ഞം എന്ന നിലയിലാണ് അനുഷ്ഠിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നമ്മൾ കൂടുതൽ ബന്ധിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട കർമ്മങ്ങളെയെല്ലാം ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കാനാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എന്നെന്നും ബന്ധമുക്തനായി തീരാൻ കഴിയുമെന്ന് ഭഗവാൻ അവിടെ 3.9 അർജുനനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് ഒരു 5 ടൈപ്സ് ആണ് യജ്ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 1 ബ്രഹ്മയജ്ഞ, 2 പിതൃയജ്ഞ, 3 ദേവയജ്ഞ, 4 ഭൂതയജ്ഞ, 5 നരയജ്ഞ അല്ലെങ്കിൽ മനുഷ്യയജ്ഞ. ഇങ്ങനെ 5 തരത്തിലുള്ള ഡിവിഷൻസ് നമുക്ക് പറയുന്നുണ്ട് യജ്ഞങ്ങൾ ചെയ്യുന്നതിന്. ബ്രഹ്മയജ്ഞ എന്ന് പറഞ്ഞാല് ഋഷിയജ്ഞ എന്നും പറയും. അത് വേദവിധി പ്രകാരം എല്ലാം ചെയ്യുന്നതാണ്. വേദമന്ത്രോച്ചാരണം ചെയ്യുകയും പാഠനം വേദമന്ത്രങ്ങളൊക്കെയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ബ്രഹ്മയജ്ഞ എന്ന് പറയുന്നത്. ഇനി പിതൃയജ്ഞ, നമുക്കറിയാം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിക്കുന്ന പല ബലിദാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെയാണ് പിതൃയജ്ഞ എന്ന് പറയുന്നത്. ഇനി ദേവയജ്ഞ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ശരീര അവയവങ്ങൾ പോലും ഓരോ ദേവഗണങ്ങൾക്ക് അവർ പ്രതിനിധികളായിട്ടുണ്ട്. ഓരോരുത്തരെയായിട്ട് ഭഗവാൻ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് സെക്കൻഡ് കാൻഡോയിൽ പഠിച്ചു എന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ കർമ്മവും ഓരോ ദേവഗണങ്ങളെയാണ്. ഇപ്പം അശ്വിനികുമാരന്മാരാണ് കാതുകളുടെ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ. നടക്കുന്നതിന് വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വിഷ്ണു ഭഗവാൻ 3 വിഷ്ണു അല്ലാതെ വേറെ വിഷ്ണുവാണത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ദേവന്മാരെ നമുക്ക് ഓരോ കർമ്മത്തിനായി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പൂജകൾ അർപ്പിക്കാം. അപ്പൊ അത് പ്രത്യേകിച്ച് ഒന്നും ഫലം കാക്ഷിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടതെന്ന് ഇവിടെ സത്വഗുണത്തിലുള്ളത് അഫലകാംക്ഷിയർ നമ്മൾ പറഞ്ഞു അല്ലെ. അത് നമ്മൾ വേദവിധിക്ക് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളത് ദേവയജ്ഞ എന്ന് പറയും. അതുപോലെ അതെന്താണ്, നമ്മൾ അഗ്നിയില് യജ്ഞം ചെയ്ത് അവർക്ക് നെയ്യൊക്കെ കൊടുക്കുന്നത്, അഗ്നിദേവന് സമർപ്പിക്കുന്നത്. അടുത്തത് ഭൂതയജ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല തരത്തിലുള്ള യജ്ഞങ്ങള്, ചാരിറ്റി, ദക്ഷിണയൊക്കെ ആളുകൾക്ക്
ചാരിറ്റി കൊടുക്കുക. പലർക്കും, ബ്രാഹ്മണർക്ക്, വൈഷ്ണവർക്ക് ഒക്കെയും നമ്മൾ എന്ത് ചെയ്യും? ദാനധർമ്മങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ രാവിലെ പണ്ട് കാലത്ത് വീടുകളുടെ മുന്നില് കളം വരയ്ക്കുമായിരുന്നു അല്ലെ? കോലം വരയ്ക്കും. കോലം വരയ്ക്കുന്നതൊക്കെയും എന്തിനായിരുന്നു? അരിമാവ് കൊണ്ടാണ് വരയ്ക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ സിന്ദൂരം വാങ്ങി പല കളറിലുള്ള സിന്ദൂരം കൊണ്ടല്ല വരച്ചിരുന്നത്. അവർ അരിമാവ് കൊണ്ടും അങ്ങനെയാണ് വരച്ചിരുന്നത്. അത് ഭംഗി കൂട്ടാൻ ഇപ്പോൾ സിന്ദൂരം വെച്ച് വരയ്ക്കുന്ന പോലെ കളർഫുൾ ആയിട്ട് വരയ്ക്കുകയല്ല വേണ്ടത്. അരി കൊണ്ട് വരയ്ക്കുമ്പോൾ അവിടെ ഓരോ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു ഉറുമ്പിന് പോലും അതിൽ നിന്ന് വന്ന് അവരുടെ ഭക്ഷണമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയും ദയാപരമായിട്ട് ചെയ്തിരുന്ന കർത്തവ്യങ്ങളാണത്. അത് ഐശ്വര്യം കൂട്ടിയിരുന്നു. അപ്പോ അതുപോലെ തന്നെ പ്ലാന്റിങ് ട്രീസ്, നമ്മുടെ വൃക്ഷ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുക. പിന്നെ തുളസി, അങ്ങനെയുള്ള മരങ്ങൾ, തുളസി എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക. ചെടികൾക്കൊക്കെ ജലം കൊടുക്കുക. ഇതൊക്കെയും ഓരോ യജ്ഞമായിരുന്നു. അപ്പൊ ഇപ്പോഴും നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ ചെടികൾ നടുന്നത് തന്നെ നമുക്ക് പല ഭംഗി കൂട്ടാൻ വേണ്ടി, വീടിന് അലങ്കാരമായിട്ടാണ് നമ്മൾ ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്. പക്ഷെ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാ വെച്ചിരുന്നത്? ഭഗവാന് അർപ്പിക്കാൻ വേണ്ടിയിട്ട്, പൂക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ചെടികൾ നട്ട് വളർത്തിയിരുന്നത്. അതുപോലെ തുളസി വനമായിട്ട് തന്നെ പല വീടുകളിലും തുളസി തറയും ഒക്കെ, ആ തുളസിക്ക് ജലദാനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതാണ് ഭൂതം. ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അല്ലാത്ത ഭൂതപ്രേതാദികളല്ല അവിടെ പറയുന്നത്. ഭൂതം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തില് ജീവജാലം. അപ്പോൾ അത് സസ്യങ്ങളായാലും ശരി, പക്ഷികളായാലും മൃഗങ്ങളായാലും ഒക്കെയും, അതുങ്ങൾക്കെല്ലാം തന്നെ ഗോമാതായ്ക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക. ഇതെല്ലാം തന്നെ ഭൂതയജ്ഞത്തിൽ വരുന്നു. പിന്നീട് മനുഷ്യർക്ക് തന്നെ ദക്ഷിണ കൊടുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. വിദ്യാദാനം ചെയ്യാം, അത് ബ്രഹ്മയജ്ഞത്തിലേക്ക് വരും. ഇനി ഇതൊക്കെയും ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫലകാംക്ഷ ഇല്ലാതെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫലകാംക്ഷ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് അത് സത്വഗുണത്തിൽ വരുന്നത്. അതാണ് 11ാമത്തെ ശ്ലോകം പറഞ്ഞത്. അഫല കാംക്ഷിഭിർ യജ്ഞോ വിധിദിഷ്ടോ യജ്ഞതേ. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച്, വേദപ്രമാണങ്ങൾക്ക് അനുസരിച്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞു പ്രസാദ വിതരണം ചെയ്യുന്നത് ഇതിലൊക്കെയും ഒരു മനുഷ്യയജ്ഞമായിട്ട് എടുക്കാം അല്ലെ? മറ്റുള്ളവർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നീഡിയായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക. ശ്രീല പ്രഭുപാദര് ന്യൂയോർക്കില്, അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും തന്നെ ഇല്ല കയ്യില്, എങ്കിൽ പോലും ഒരു ആപ്പിൾ ആണ് ഉള്ളതെങ്കിൽ അത് ഭഗവാന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ആപ്പിൾ വാങ്ങും എന്തായാലും. ആ ആപ്പിളിനെ കട്ട് ചെയ്തത് 16 പേരുണ്ടെങ്കിൽ 16 പീസാക്കി എല്ലാവർക്കും അങ്ങനെ ഒരു കുഞ്ഞായിട്ടെങ്കിലും ഒരു പ്രസാദം കൊടുത്തിരുന്നു. പക്ഷെ ശ്രീല പ്രഭുപാദർ പറയുന്നത് എപ്പോഴും സംച്വസ് ആയിട്ടുള്ള പ്രസാദമായിരിക്കണം കൊടുക്കുക. സംതൃപ്തി അടയുന്ന തരത്തിൽ വേണം പ്രസാദം വിതരണം ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ബിസ്ക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അദ്ദേഹം ബിസ്ക്കറ്റ് ഒക്കെ വിതരണം ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ബിസ്ക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു സത്സംഗത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നും തന്നെ ഇല്ല, പ്രസാദം കരുതിയിട്ടില്ല. ആ പ്രസാദം കരുതാതിരുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ പാൽപ്പൊടി ഉണ്ട്. പാൽപ്പൊടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിനെ കുഴച്ച് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് അങ്ങനെ ഉരുട്ടി ആ സാധനത്തെ ആളുകൾക്കെല്ലാം വിതരണം ചെയ്തു. അപ്പോൾ പ്രസാദമില്ലാണ്ട് ഒരു ഫംഗ്ഷൻ പോലും, ഒരു പ്രോഗ്രാം പോലും വയ്ക്കരുത് ഇസ്കോണിൽ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ അറിയാൻ പറ്റും, ലൈഫ് മിഷനായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഓരോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസ് ഓരോ ഇസ്കോൺ ടെമ്പിളും നടത്തി വരുന്നുണ്ട്. അത് ശ്രീല പ്രഭുപാദരുടെ പാതാരവിന്ദങ്ങളെ അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനി ഇതിലെല്ലാറ്റിനും ഉപരിയായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് 10ാമത്തെ അധ്യായത്തില്, ഭഗവത്ഗീതയിൽ തന്നെ 10ാമത്തെ അധ്യായം 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മീകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളില് അദ്ദേഹം എന്താണ്? ജപയജ്ഞമാണ്, തിരുനാമ ജപമാണ്. ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള യജ്ഞം. അപ്പൊ ആ ഒരു യജ്ഞം നമ്മൾ എങ്ങനെ ചെയ്യണം? അഫലകാംക്ഷിർ, ആ ഫലം പ്രതീക്ഷിക്കാതെയും അതുപോലെ തന്നെ വേദവിധിക്ക് അനുസരിച്ച്, ഗുരുക്കന്മാർ പറയുന്നത് അനുസരിച്ച് നമ്മൾ ചെയ്യണം. അതാണ് ഭഗവാന് ഈ ഒരു കലിയുഗത്തില് സങ്കീർത്തന യജ്ഞമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ യജ്ഞം ചെയ്യും.
ചെയ്യുക, അത് ദാനമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതും നമ്മുടെ യജ്ഞം. പക്ഷെ എന്ത് ചെയ്യല്, ഫലം പ്രതീക്ഷിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് സത്വഗുണം എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഓരോ യജ്ഞം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം, സത്വഗുണത്തിൽ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഇനി ശ്ലോകം ചെല്ലാം, ഓരോ ശ്ലോകം ചെല്ലിയാൽ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. അഫലാകാംക്ഷിപേർയജ്ഞോ വിധിദൃഷ്ടോ യ യുജ്യതേ യഷ്ടവ്യമേവേദി മനഃ സമാധായ സ സാത്വികഃ. വ്യാസപൂജ. നന്ദോത്സവം എന്നറിയപ്പെടുന്ന ജന്മാഷ്ടമിയുടെ അടുത്ത ദിവസമാണ് വ്യാസപൂജ ആഘോഷിക്കുന്നത്. ഈ ദിവസമാണ് ശ്രീല പ്രഭുപാദർ കരുണാമയനായി ഈ ലോകത്തിൽ ആവിർഭവിച്ചത്. ഇത് എല്ലാ ഇസ്കോൺ അംഗങ്ങൾക്കും വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീല പ്രഭുപാദരുടെ കാരുണ്യം ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് ആർക്കും തന്നെ കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ സാധിക്കില്ലായിരുന്നു. വ്യാസപൂജ താഴെ പറയുന്ന രീതിയിൽ ആഘോഷിക്കുന്നു. മധ്യാഹ്നം വരെ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഭക്തന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ശ്രീല പ്രഭുപാദരെ കുറിച്ചും അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങളെ കുറിച്ചും കേൾക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ശ്രീല പ്രഭുപാദരുടെ ജീവചരിത്രം, ശ്രീല പ്രഭുപാദ ലീലാമൃതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യാസപൂജ പുസ്തകങ്ങളിൽ നിന്നും വ്യാസപൂജ സ്തുതികൾക്കായി ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. ഭക്തന്മാർ ശ്രീല പ്രഭുപാദരെ കുറിച്ച് വായിക്കുന്നു. ശ്രീല പ്രഭുപാദരുടെ ഭജനകളും പ്രഭാഷണങ്ങളും കാസറ്റുകൾ വഴി ശ്രവിക്കുന്നു. ഭക്തന്മാർ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ, അദ്ദേഹത്തെ സ്തുതിച്ച് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് അർച്ചാ വിഗ്രഹങ്ങൾക്കും ഗുരുവിനും ഒരേ സമയം തന്നെ സദ്യ നിവേദിക്കുന്നു. ഇതേ തുടർന്ന് പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. ഓരോ ഭക്തനും ഒരു പിടി പുഷ്പം നൽകപ്പെടുന്നു. ഒരു ഭക്തൻ ശ്രീല പ്രഭുപാദ പ്രണാമ മന്ത്രം ചൊല്ലുകയും അതിനുശേഷം മറ്റു ഭക്തന്മാർ അത് ഏറ്റു ചൊല്ലുകയും ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും പ്രാർത്ഥനയുടെ അവസാനം പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ചരണാരവിന്ദങ്ങളിൽ പുഷ്പം സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം എല്ലാ ഭക്തന്മാരും ഗുരുവിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇവ 3 പ്രാവശ്യം ആവർത്തിക്കുക. പുഷ്പാഞ്ജലിക്കു ശേഷം എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ വ്യാസപൂജയും എല്ലാ ഇസ്കോൺ ഭക്തന്മാരും ആഘോഷിക്കുന്നു. മധ്യാഹ്നം വരെ ഉപവസിച്ച ശേഷം പ്രസാദ സദ്യ എന്നീ അനുഷ്ഠാനങ്ങൾ ശ്രീല ഗൗരികിശോര ദാസ് ബാബാജിയുടെയും ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറിന്റെയും അവതാര ദിനങ്ങളിലും ആഘോഷിക്കുന്നു. രാധാഷ്ടമി. ശ്രീമതി രാധാറാണിയുടെ അവതാര ദിനം ജന്മാഷ്ടമി കഴിഞ്ഞ് 2 ആഴ്ചകൾക്കു ശേഷം ആഘോഷിക്കപ്പെടുന്നു. മധ്യാഹ്നം വരെ ഉപവാസവും അതിനുശേഷം പ്രസാദ സദ്യയും. രാധാറാണിക്ക് പ്രിയങ്കരമായ ചേമ്പ് ഉപയോഗിച്ച് ഈ ദിവസം എന്തെങ്കിലും വിഭവം തയ്യാറാക്കി നിവേദിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയോ അധ്യായം 23 ശ്ലോകങ്ങൾ 86 മുതൽ 92 വരെ. ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഗ്രന്ഥത്തിലെ ഗോപികമാർക്ക് ശ്രീകൃഷ്ണ സന്ദേശം ഈ എന്ന അധ്യായമോ വായിക്കുക. വാമന ദശമി. വാമനമൂർത്തിയുടെ അവതാര ദിനം. ശ്രീമദ് ഭാഗവതം 8ാം സ്കന്ധത്തിലെ 18 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുക. ഗോവർദ്ധന പൂജ, അന്നകൂട മഹോത്സവം, ഗോപൂജ ഇവയെല്ലാം ഒരേ ദിവസം ആഘോഷിക്കപ്പെടുന്നു. ഗോവർദ്ധന പർവ്വതത്തെ ആരാധിച്ചുകൊണ്ടാണ് ഗോവർദ്ധന പൂജ ആഘോഷിക്കുന്നത്. അന്നകൂട മഹോത്സവം ആഘോഷിക്കുന്നതിനായി പ്രസാദം കൊണ്ട് ഒരു ഗോവർദ്ധനമല നിർമ്മിച്ച് ആരാധിക്കുകയും പ്രസാദമലയെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എല്ലാവർക്കും ധാരാളമായി പ്രസാദം വിതരണം ചെയ്യുന്നു. പശുവിനെ ആരാധിക്കുന്നതാണ് ഗോപൂജ. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഗ്രന്ഥത്തിലെ 24, 25 എന്നീ അധ്യായങ്ങളും ചൈതന്യ ചരിതാമൃതം മധ്യലീല 4ാം അധ്യായത്തിൽ 67 മുതൽ 75 വരെയുള്ള ശ്ലോകങ്ങളും വായിക്കുക. ശ്രീ പ്രഭുപാദ തിരോഭാവ ദിനം. ഗോവർദ്ധന പൂജയ്ക്ക് ശേഷം വരുന്ന ഈ ദിവസം വ്യാസപൂജ പോലെ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഈ ദിവസമാണ് നമുക്ക് പ്രിയങ്കരനായ ശ്രീല പ്രഭുപാദർ ഈ ലോകത്തു നിന്നും തിരോഭവിച്ചത്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, യോഗീശ്വരദാസ് ബാബാജി, ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ എന്നിവരുടെയും തിരോഭാവ ദിനങ്ങൾ ഇപ്രകാരം തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്.
മധ്യാഹ്നം വരെ ഉപവാസവും അതിനുശേഷം പ്രസാദ സദ്യയും ഉണ്ടാകേണ്ടതാണ്. ശ്രേഷ്ഠരായ വൈഷ്ണവ ആചാര്യന്മാർ ഈ ലോകത്തു നിന്നും തിരോഭവിച്ചതിനെ അനുസ്മരിക്കുന്നതാണ് തിരോഭാവ ദിന ആഘോഷങ്ങൾ. മായയെ കീഴടക്കി എങ്ങനെ ആത്മീയ ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് ഒരു വൈഷ്ണവൻ തന്റെ തിരോഭാവത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾ ആഘോഷങ്ങളായി കൊണ്ടാടുന്നത്. അദ്വൈത ദിനം മധ്യാഹ്നം വരെ ഉപവാസവും അതിനുശേഷം പ്രസാദ സദ്യയും. ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ ലീല അധ്യായം 6 വായിക്കുക. വരാഹ ദ്വാദശി വരാഹ അവതാര ആഘോഷ ദിനം. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുക. നിത്യാനന്ദ ത്രയോദശി നിത്യാനന്ദ പ്രഭുവിന്റെ അവതാര ദിനം. ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ ലീല 5-ാം അധ്യായം വായിക്കുക. ഓം നമോ ഭഗവതേ. ശ്രീമദ് ഭാഗവതത്തിന്റെ തൃതീയ സ്കന്ധത്തിൽ 29-ാം അധ്യായം 12-13 ശ്ലോകങ്ങളിൽ ശ്രീ കപിലദേവൻ അമ്മയ്ക്ക് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഭക്തി സേവനത്തിന്റെ സവിശേഷ ലക്ഷണങ്ങളെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഭൗതിക ലാഭങ്ങളിലോ ദാർശനികമായ ഊഹാപോഹങ്ങളിലോ താല്പര്യമില്ലാത്ത എന്റെ ശുദ്ധ ഭക്തന്മാർ അവരുടെ മനസ്സ് എന്റെ സേവനത്തിൽ മാത്രം നിരതമായിരിക്കുന്നത് കൊണ്ട് ഈ സേവനത്തിനുള്ള അവസരമൊഴികെ മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടുന്നതിൽ തൽപരരല്ല. എന്നോടൊപ്പം എന്റെ ധാമത്തിൽ കഴിയുവാനുള്ള അനുവാദത്തിന് പോലും അവർ അപേക്ഷിക്കുന്നില്ല. മുക്തി 5 തരത്തിലുണ്ട്. ഭഗവാനിൽ ലയിക്കുക, ഭഗവാന്റെ രൂപത്തിലാകുക, ഭഗവത് ധാമത്തിൽ തന്നെ കഴിയുക, ഭഗവാന്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തോടൊപ്പം സർവസമൃദ്ധികളും അനുഭവിച്ച് കഴിയുക. ശുദ്ധഭക്തന് ഭൗതികമായ ഇന്ദ്രിയ സംതൃപ്തനം പോകട്ടെ. ഇപ്പറഞ്ഞ മുക്തികളിൽ ഒന്നുപോലും വേണ്ട. പരിശുദ്ധ പ്രേമത്തോടു കൂടിയ ഈശ്വര സേവനം ഒന്ന് മാത്രം കൊണ്ട് ഭക്തൻ സംതൃപ്തനാണ്. അതാണ് ശുദ്ധഭക്തിയുടെ ലക്ഷണം. മുൻപ് ഉദ്ധരിച്ച ശ്രീമദ് ഭാഗവതത്തിലെ കപിലദേവന്റെ വാക്കുകൾ ശുദ്ധഭക്തന്റെ യഥാർത്ഥ നില വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം ഭക്തി സേവനത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ നിർവചിക്കുകയും ചെയ്യുന്നു. ഭക്തിയുത സേവനത്തിന്റെ മറ്റു ലക്ഷണങ്ങൾ വേദഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി രൂപഗോസ്വാമി വ്യക്തമാക്കുന്നുണ്ട്. പരിശുദ്ധ ഭക്തി സേവനത്തിന് 6 സ്വഭാവങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. അവ: 1. ശുദ്ധമായ ഭക്തി സേവനം എല്ലാ തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഉടൻ മോചനമരുളുന്നു. 2. പരിശുദ്ധ സേവനം, അത് എല്ലാ മംഗളങ്ങളുടെയും തുടക്കമാണ്. 3. അത് ഒരാളെ സ്വയം അതീന്ദ്രിയ ആനന്ദത്തിൽ എത്തിക്കുന്നു. 4. പരിശുദ്ധമായ ഭക്തി സേവനം വളരെ വിരളമായി മാത്രം ലഭിക്കുന്നതാണ്. 5. ശുദ്ധമായ ഭക്തി സേവനത്തിൽ ഇരിക്കുന്നവർ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. 6. പരിശുദ്ധ ഭക്തി സേവനം മാത്രമാണ് കൃഷ്ണനെ ആകർഷിക്കുവാനുള്ള മാർഗം. കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്നു, എന്നാൽ ഭക്തി സേവനത്തിന് അദ്ദേഹത്തെ പോലും ആകർഷിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ശുദ്ധമായ ഭക്തി സേവനത്തിന് അതീന്ദ്രിയമായി കൃഷ്ണനേക്കാൾ ശക്തിയുണ്ട്. കാരണം അത് കൃഷ്ണന്റെ അന്തശക്തി തന്നെയാണ്. ഹരേ കൃഷ്ണ. ഭൗതിക ദുഃഖത്തിൽ നിന്ന് മോചനം. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് തന്നെ ശരണം പ്രാപിക്കുവാൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അങ്ങനെ ശരണം പ്രാപിക്കുന്നവരെ സർവ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നു. അപ്പോൾ ചെയ്യുന്ന പാപങ്ങളും മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും ദുഃഖത്തിന് കാരണമായി തീരുന്നു. പൊതുവെ പറഞ്ഞാൽ അജ്ഞതയാണ് പാപകർമ്മങ്ങൾക്ക് പ്രേരകം. പക്ഷെ അജ്ഞത കുറ്റവിമോചനത്തിന് കാരണമായി അംഗീകരിക്കപ്പെടുന്നില്ല. പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തന്നെ തീരണം. പാപകർമ്മങ്ങൾ 2 തരത്തിലാണ്: പാകമായതും പാകമാകാത്തതും. വർത്തമാന കാലത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് നിദാനമായവയാണ് പാകമായ പാപകർമ്മങ്ങൾ. ഇതുവരെ അനുഭവിക്കാത്തതും ഇനിയും അനുഭവിക്കാനിരിക്കുന്നതുമായ കഷ്ടപ്പാടുകൾക്ക് അടിസ്ഥാനമായി നാം സംഭരിച്ചു വെച്ചിരിക്കുന്നവയാണ് പാകമാകാത്ത പാപകർമ്മങ്ങൾ. ഉദാഹരണമായി, ഒരു ക്രിമിനൽ കുറ്റവാളി ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ലെന്നിരിക്കെ തെളിവുകൾ ലഭ്യമാകുന്ന നിമിഷത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് തീർച്ച. അതുപോലെ നമ്മുടെ പല പാപകർമ്മങ്ങൾക്കും ശിക്ഷ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പാപമെന്ന പാപകർമ്മങ്ങളുടെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇങ്ങനെ പാപകർമ്മങ്ങളുടെ പരമ്പര തന്നെയുണ്ട്. അവയ്ക്ക് ഓരോന്നിനും തക്കതായ ദുഃഖങ്ങളും
ഈ പാപകർമ്മങ്ങൾ കാരണം ബദ്ധാത്മാക്കൾ നിരവധി ജന്മം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നത് ഗതകാലത്തെ പാപകർമ്മങ്ങളുടെ ഫലമാണ്. ഒപ്പം ഈ ജന്മത്തിൽ വരും ജന്മങ്ങളുടെ കഷ്ടപ്പാടുകൾക്കായി പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നവരുമുണ്ട്. മാറാരോഗം, നിരന്തരമായ നിയമവ്യവഹാരം, ഹീന കുടുംബങ്ങളിൽ ജനിക്കൽ, വിദ്യാഹീനത, വൈരുദ്ധ്യം എന്നിവയൊക്കെ പാകമായ പാപകർമ്മങ്ങളുടെ ഫലമാണ്. ഇങ്ങനെ കഴിഞ്ഞകാല പാപകർമ്മങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഇപ്പോൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നാം കൃഷ്ണാവബോധം കൈക്കൊള്ളുകയാണെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇവയ്ക്കൊക്കെ അറുതി വരും. ഇതിന് തെളിവായി രൂപഗോസ്വാമി ശ്രീമദ് ഭാഗവതം ഉദ്ധരിക്കുന്നു. ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശത്തിലാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. പ്രിയപ്പെട്ട ഉദ്ധവരെ, എത്ര വേണമെങ്കിലും ഇന്ധനത്തെ നിമിഷം കൊണ്ട് എരിച്ചു കളയാൻ കഴിവുള്ള കത്തി ജ്വലിക്കുന്ന അഗ്നിക്ക് തുല്യമാണ് എനിക്കായി ചെയ്യുന്ന ഭക്തിയുത സേവനം. എന്ന് വെച്ചാൽ കത്തി ജ്വലിക്കുന്ന അഗ്നി കൊടുക്കുന്ന ഇന്ധനമെല്ലാം നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കുന്നത് പോലെ പാപകർമ്മങ്ങളാകുന്ന ഇന്ധനത്തെ മുഴുവൻ നിമിഷം കൊണ്ട് എരിച്ചു കളയുവാനുള്ള ശക്തി കൃഷ്ണാവബോധത്തോടെ ഉള്ള ഭക്തിയുത സേവനത്തിന് കഴിയുമെന്ന് അർത്ഥം. മാതാജി ഇനി മുന്നോട്ട് വായിക്കണോ? 2 പേജായി. ഉദാഹരണത്തിന് ഗീതയിൽ യുദ്ധം ചെയ്യുന്നത് പാപപ്രവൃത്തിയാണെന്ന് അർജുനൻ കരുതി. എന്നാൽ കൃഷ്ണൻ തന്റെ നിയോഗം കൊണ്ട് അർജുനനെ യുദ്ധരംഗത്ത് പ്രവർത്തിപ്പിച്ചു. അതിന്റെ ഫലമായി യുദ്ധം ചെയ്യുക എന്നത് ഭക്തിയുത സേവനമാവുകയും ചെയ്തു. അർജുനനിൽ പാപത്തിന്റെ കറ പറ്റിയുമില്ല. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. കുഞ്ച ബിഹാരി രാധ മാധവ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവര ധാരി ജയ ഗിരിവര ധാരി जय गोपी जन वल्लभ गिरिवरधारी जय गिरिवरधारी जय यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरावन चारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे हरे. कृष्ण प्रभु जी दंडवत प्रणाम. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ വൈഷ്ണവ ഭക്തന്മാരുടെയും കൽപ്പവൃക്ഷങ്ങളാകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിധം തം സജീവം
സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാനിദാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത വൃന്ദാവനേശ്വരി വൃഷ്ണുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർമ്മസന്യാസ യോഗം, അതായത് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന അധ്യായത്തിനെ കുറിച്ചിട്ട് നല്ലപോലെ ഉപന്യസിച്ച് വിസ്തരിച്ച് മനസ്സിലാക്കി. എന്താണ് ഭഗവാൻ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞു കർമ്മം ചെയ്യണം. ഈ ഭൗതിക പ്രകൃതിയിൽ അല്ല, ആധ്യാത്മിക പ്രകൃതിയിൽ അങ്ങനെ തന്നെ. ആധ്യാത്മിക ലോകത്തിലായാലും ഭൗതിക ലോകത്തിലായാലും നാം ജീവസത്തകളാണ്. നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. അവിടെയും കർമ്മം ചെയ്തേ മതിയാവൂ, ഇവിടെയും കർമ്മം ചെയ്തേ മതിയാവൂ. ഇപ്പൊ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൃഗമായിട്ടോ പക്ഷിയായിട്ടോ ഉരകങ്ങളായിട്ടോ ഷഡ്പദങ്ങളായിട്ടോ എന്ത് തന്നെയായാലും കർമ്മം ചെയ്തേ മതിയാവൂ. കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശരീരം തന്നെ തന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെ ചെയ്യണം? ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലൂടെ ജ്ഞാനമെല്ലാം ആർജിച്ച് ഏത് കർമ്മങ്ങളാണ് എന്നെ ബന്ധനത്തിലാക്കുന്നത് അതിന്റെ ഫലാസക്തി ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഭഗവാന്റെ പ്രസാദമായിട്ട് ആ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുക. അങ്ങനെയാണ് സന്യാസിമാരും മഹാത്മാക്കളും പരിശുദ്ധ ഭക്തന്മാരും എല്ലാം ചെയ്യുന്നത്. അർജുന, നീയും അതുപോലെ ചെയ്യൂ. യുദ്ധം യഥാർത്ഥത്തില് വലിയൊരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു ഘോരകൃത്യം തന്നെയാണ്. പക്ഷെ ഇത് നിന്റെ കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് അതിന്റെ ജയമോ തോൽവിയോ അതൊന്നും നീ ഇപ്പൊ ചിന്തിക്കേണ്ട. അതൊക്കെ എനിക്ക് വിട്ടുതരൂ, നീ കർമ്മം ചെയ്യൂ, അത് നിന്റെ കർമ്മമാണ്. ഇങ്ങനെ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ, സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെയും നിനക്ക് മോക്ഷം അഥവാ മുക്തി, പരമപദപ്രാപ്തിയിൽ എത്താൻ സാധിക്കും. മാത്രമല്ല ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്, എല്ലാത്തിന്റെയും ഭോക്താവ് ഞാനാണ്. സർവയജ്ഞങ്ങളുടെയും സർവതപസ്സുകളുടെയും സർവദാനാദിധർമ്മങ്ങളുടെയും സർവ ഉപവാസങ്ങളുടെയും സർവ പൂജകളുടെയും എല്ലാത്തിന്റെയും ഭോക്താവ് ഞാനാണ്, നീയല്ല, ജീവാത്മാക്കളല്ല. പരമാത്മാവാണ്, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കർമ്മമെല്ലാം നല്ലപോലെ അനുഷ്ഠിക്കൂ. സർവചരാചരങ്ങളുടെ മിത്രമാണ്, സുഹൃത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നീ ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നിന്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുന്ന് യോഗസൂത്രത്തിന്റെ, അതായത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗ വിദ്യയുടെ 3 സൂത്രങ്ങള്, ഫോർമുല എന്ന് പറയും. അല്പാക്ഷരം അസന്നിഗ്ധം, ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ടോ വാചകങ്ങളെ കൊണ്ടോ വളരെ വലിയ അർത്ഥം ഗ്രഹിപ്പിക്കുന്നതാണ് സൂത്രം. വേദത്തിന്റെ സൂത്രം, വേദാന്ത സൂത്രം അതുപോലെ. അപ്പൊ ഒരു ശ്ലോകം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് വിശദീകരിക്കുകയാണെങ്കിലോ ചിലപ്പോൾ 10-15 പേജുകൾ വേണ്ടി വരും, 1-2 മണിക്കൂറുകൾ വേണ്ടി വരും. ഇപ്രകാരം സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരോ ഭ്രുവൈഹി പ്രാണാഭാന സമൗകൃത നാസാഭ്യന്തരചാരിണോ. അർജുന, നീ ആ വിഷയങ്ങളെയെല്ലാം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെയെല്ലാം പുറത്തു നിർത്തിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ. കാരണം എന്താണ്? അത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിനെ പ്രമദനം ചെയ്യും. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അതിനെയെല്ലാം നിയന്ത്രിച്ച് നീ
ആ മൂക്കിൽ കൂടെ വലിക്കുന്നതും മൂക്കിൽ കൂടെ വിടുന്നതുമായിട്ടുള്ള പ്രാണനെയും അപാനനെയും എല്ലാം നിയന്ത്രിച്ച് നീ നല്ല പോലെ ഏകാഗ്രമായിട്ട് എന്നെ സ്മരിക്കൂ എന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ സൂത്രം. കഴിഞ്ഞ അധ്യായത്തിലെ 5-ാം അധ്യായത്തിലെ 27-ാം ശ്ലോകം. അത് കഴിഞ്ഞിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി മുനിർ മോക്ഷപരായണഃ വീഗദേഷ്ട ഭയക്രോധ യാ സദാ മുക്ത ഏവസഹ. ഇതുപോലെ പ്രാണനെയും അപാനനെയും നിയന്ത്രിച്ച് ശരീരത്തിലുള്ള പഞ്ചപ്രാണന്മാരെയെല്ലാം നിയന്ത്രിച്ച് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ച് ആ ഇച്ഛകളെല്ലാം വിട്ടുകൊണ്ട് ഭയം, ക്രോധം, രാഗം ഇങ്ങനെയുണ്ടാകുന്ന 9 തരത്തിലുള്ള നമ്മുടെ ശത്രുക്കളെയെല്ലാം അകറ്റി നിർത്തിയിട്ട് ആരാണോ ഇച്ഛകളല്ല ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നത് അവൻ മുക്തനായിട്ട് ഭവിക്കുന്നു. അവൻ യോഗി തന്നെയാണ്, അവൻ സന്യാസി തന്നെയാണ്, അവൻ മുനി തന്നെയാണ്. അതുകൊണ്ട് അർജുന ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ശാന്തി വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നീ ആ സർവലോക മഹേശ്വരനായ എന്നെ ഉപാസിക്കൂ, എന്നെ സ്മരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അധ്യായം ഉപസംഹരിച്ചത്. ആ അധ്യായത്തിലെ അവസാനത്തെ 3 ശ്ലോകങ്ങള് ഈ യോഗസൂത്രത്തിലെ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ പ്രക്രിയയുടെ സൂത്രങ്ങളാണ്, യോഗസൂത്രങ്ങളാണ്. അപ്പൊ ഒരു അധ്യായത്തില് ചെറിയ രീതിയിൽ പറയുകയും അടുത്ത അധ്യായത്തിൽ അതിനെ വിശദീകരിക്കുകയും ചെയ്യുകയാണ് ഭഗവാന്റെ ഒരു ശൈലി. യഥാർത്ഥത്തിൽ ഭഗവാൻ അധ്യായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അതൊക്കെയും ഈ കഴിഞ്ഞ 200-300 വർഷങ്ങൾക്ക് മുന്നുണ്ടായതാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരുടെ കാലഘട്ടത്തിലൊന്നും ഈ അധ്യായ വിഭജനം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ പോലുള്ള അല്പജ്ഞാനികളായിട്ടുള്ള മൂഢന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ആദ്യം പ്രഥമ ഷഡ്ഗം, ദ്വിതീയ ഷഡ്ഗം, തൃതീയ ഷഡ്ഗം. ആദ്യത്തെ 6, രണ്ടാമത്തെ 6, മൂന്നാമത്തെ 6. ഒന്നില് ആ ത്വം പ്രദാത്തമായിട്ടുള്ള ജീവാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടാമത്തേല് തത്, അതിനെ കുറിച്ചിട്ട് ഭഗവാനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും. മൂന്നാമത്തേല് 2 തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അസി, അതാണ് തത്വമസി എന്ന് പറയുന്നതിന്റെ ചുരുക്കം മഹാവാക്യത്തിന്റെ. അപ്പോ ഇവിടെ ഈ അധ്യായത്തോട് കൂടിയിട്ട് 6-ാം അധ്യായമാകുന്ന ധ്യാന യോഗത്തോട് കൂടിയിട്ട് ജീവാത്മാവായിട്ടുള്ള ത്വമ്മിനെ കുറിച്ചിട്ട് ഇവിടെ ഉപസംഹരിക്കാൻ പോകുകയാണ്. അപ്പൊ ഈ അധ്യായത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ധ്യാനയോഗമാണ് നമ്മുടെ യോഗികളും അതുപോലെ തന്നെ ജ്ഞാനികളുമെല്ലാം ആ പരമാത്മാവിനെ ഹൃദയത്തില് എപ്രകാരമാണ് ഉപാസിച്ചുകൊണ്ട് അവരും പരമപദത്തിലെത്തുന്നത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ ചിലർക്ക് അതാണ് താല്പര്യം. പല പല വഴികള് ഒരു നിശ്ചിത സ്ഥാനത്ത് നമ്മൾ എത്തിക്കും. ചിലർക്ക് സൈക്കിളിൽ യാത്ര ചെയ്യാനായിരിക്കും, ചിലർ മോട്ടോർ ബൈക്കില്, ചിലർ കാറില്, ചിലർ വിമാനത്തില്, ചിലർക്ക് നടന്ന്, അങ്ങനെ പല വിധത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ധ്യാനയോഗം ഭഗവാൻ വിശദീകരിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും ഭഗവാൻ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞതും ഭഗവാൻ തന്നെയാണ് ഉപസംഹരിച്ചത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സാ സന്യാസിച്ച യോഗീച്ച ന നിരഗ്നിർന ചാക്രിയാഹ. അർജുന, സന്യാസിയും യോഗിയും ഒന്ന് തന്നെ. കഴിഞ്ഞ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാൻ പറഞ്ഞു സന്യാസവും യോഗവും ഒന്ന് തന്നെയാണ് അർജുന. പക്ഷെ യഥാർത്ഥത്തിൽ 2 വ്യത്യാസം ഉണ്ട് കേട്ടോ. ഭഗവത്ഗീത വിദ്യാർത്ഥികളായ നമ്മള് ശരിക്കും തത്വം ഗ്രഹിക്കണം. വെറുതെ വായിച്ചു കൊണ്ടത് മാത്രമായില്ല. കാരണം മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കരുത്. യഥാർത്ഥത്തില് സന്യാസവും യോഗവും വേറെ വേറെയാണ്. കാരണം എന്താണ്? ഒന്ന് പ്രവൃത്തി മാർഗമാണ്, ഒന്ന് നിവൃത്തി മാർഗമാണ്. ഒന്ന് കർമ്മത്തിലൂടെ പരമപദപ്രാപ്തിയിലേക്കും ഒന്ന് കർമ്മവിരക്തിയിലൂടെ പരമപദപ്രാപ്തിയിലേക്കും നയിക്കുന്നു. അപ്പൊ രണ്ടും വേറെ വേറെയാണല്ലോ. പക്ഷേ ഫലത്തിന്റെ ഏകത്വം രണ്ടും എവിടെയാണ് നിങ്ങൾ ചെന്ന് അവസാനിപ്പിക്കുന്നത്? ആ നിരപേക്ഷ സത്യത്തില്, മുക്തിയില്, മോക്ഷത്തില്. അതുകൊണ്ട് രണ്ടും വേറെ വേറെ വഴികളാണെങ്കിലും അവസാനിപ്പിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് ഫലത്തിന്റെ ഏകത്വം കൊണ്ട് രണ്ടും ഒന്ന് തന്നെ എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതിനെ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് ഇവിടെയും ചെയ്യുന്നത്. അർജുന, ആരാണ് കർമ്മഫലമില്ലാതെ എല്ലാ കർമ്മഫലങ്ങളും ഭഗവാന് സമർപ്പിച്ച് ഇത് എന്റെ കടമയാണെന്ന് വിചാരിച്ച് നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് അവൻ സന്യാസി തന്നെയാണ്, അവൻ യോഗി തന്നെയാണ്. അല്ലാതെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവനോ അല്ലാതെ യാതൊരു തരത്തിലുള്ള ഫലാസക്തിയോട് കൂടിയിട്ടുള്ള കർമ്മം ചെയ്യാതിരിക്കുന്നവനോ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ശ്ലോകം തന്നെ ആരംഭിക്കുന്നത്.
കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കണം, തുടർച്ചയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ വേറൊരു പുതിയ ഒരു കാര്യമല്ല ഭഗവാൻ ഇവിടെ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് വേണം തന്നെ ഇതിനെ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹി സന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന. അതുകൊണ്ട് സർവകർമ്മഫലങ്ങളും ഫലാസക്തിയില്ലാതെ നീ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല പോലെ കർമ്മം ചെയ്യുകയാണെങ്കിൽ നീയും സന്യാസിയായിട്ട് മാറും, നിന്നെയും സന്യാസി എന്ന് പറയും. കാരണം അർജുനന്റെ 1-ാമത്തെ അധ്യായത്തിലെ വാദപ്രതിവാദങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് സന്യാസി ആവാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്. എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, അത് വളരെ ഘോരമായിട്ടുള്ള കർമ്മമാണ്, എന്തിനാ നീ എന്നെ ഘോരമായിട്ടുള്ള കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് കേശവ, ഗോവിന്ദ, കൃഷ്ണ, ഞാൻ സന്യാസം സ്വീകരിച്ച് വീടുകളിലോ വനങ്ങളിലോ പോയിട്ട് ജീവിച്ചു കൊള്ളാം, അതാണ് എനിക്ക് ശാന്തിയും സുഖവും സമാധാനവും കിട്ടാനായിട്ട് നല്ലത്, ഞാൻ ഭിക്ഷാടനം നടത്തി ജീവിച്ചു കൊള്ളാം എന്നൊക്കെ കക്ഷി പറയുന്നുണ്ട്. വെറുതെ പറയുന്നതാണ്. നമ്മളും പറയാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വിഷമം വരുന്ന സമയത്ത്. ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുകയാണ്, ഞാൻ മായാപൂരിക്ക് പോകുകയാണെന്നൊക്കെ പറച്ചലിനെ ഉണ്ടാവുള്ളൂ, പോവലൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല പോയിട്ടൊരു സമാധാനം കിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോ ഇവിടെ അർജുനനും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അർജുന നീ ഈ പടച്ചട്ടയും അതെല്ലാം ഊരി വെച്ച് നീ കാഷായ വസ്ത്രം ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഈ വസ്ത്രത്തിൽ തന്നെ ഇതേപോലെ തന്നെ ഗൃഹസ്ഥാശ്രമി ആയിരുന്നു കൊണ്ടും നിനക്ക് സന്യാസിയാവാൻ പറ്റും. എപ്രകാരം? ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യൂ. നമ്മുടെ ഏത് സന്യാസിമാരാണ് വിവാഹം കഴിക്കാത്തത്? ഏത് സന്യാസിമാർക്കാണ് കുട്ടികളില്ലാത്തത്? 5-10 കുട്ടികളുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നാം അവരെ സന്യാസി, മുനി എന്ന് പറയുന്നു. പുരാതന കാലത്തെയാണ് പറയുന്നത്, ഇപ്പോഴത്തെ അല്ല. ഇപ്പൊ കുറച്ച് നിബന്ധനകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോ ഇപ്രകാരമുള്ള വേദവ്യാസ മഹർഷിയായിട്ടോ പരാശര മഹർഷിയായിക്കോട്ടെ, അസിതനോ ദേവരനോ ഗൗതമനോ അല്ലെങ്കിൽ മറ്റ് ഏത് മഹർഷിമാരായാലും അവരെല്ലാം ഗൃഹസ്ഥാശ്രമ പ്രവേശികളാണ്, അവരെല്ലാം പ്രജാപതികളാണ്, സന്താനങ്ങളുണ്ട് അവർക്ക്, ആ കുടുംബജീവിതം നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. പക്ഷെ അവർ ഫലാസക്തിയില്ലാതെയാണ് കർമ്മം ചെയ്യുന്നത്. അവർക്ക് കുടുംബത്തോടോ അല്ലെങ്കിൽ മറ്റുള്ളതിനോടൊന്നും യാതൊരു ആസക്തിയില്ല. ലോകത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ സന്യാസി എന്ന് പറയുന്നു, മുനി എന്ന് പറയുന്നു അർജുന. അവര് തന്നെയാണ് യോഗികള്, അവര് തന്നെയാണ് പരിശുദ്ധ ഭക്തന്മാര്. അപ്പൊ നിനക്ക് പരിശുദ്ധ ഭക്തനാകാനായിട്ട് സാധിക്കും, യോഗിയാകാനായിട്ട് സാധിക്കും, നിനക്ക് സന്യാസിയാവാനും മുനിയാവാനും സാധിക്കും. എന്ത് ചെയ്യണം? നീ നിന്റെ സ്വധർമ്മം നല്ല രീതിയിൽ അനുഷ്ഠിക്കുക. ഇവിടെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം എന്ത് ചെയ്യാനാണ് അർജുനൻ വന്നിരിക്കുന്നത്? കർമ്മം ചെയ്യാൻ, സ്വധർമ്മം ചെയ്യാൻ. അപ്പൊ സ്വധർമാചരണത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. വളരെ ശ്രദ്ധിക്കണേ. അല്ലാതെ ഈ ശ്രേയസ് പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ശ്രേയസ് എന്താണെന്ന് വിശദീകരിക്കാൻ അഭ്യർത്ഥിച്ച ഭഗവാൻ എന്തിനാണ് ഈ കർമ്മത്തെ കുറിച്ചിട്ട് പറയുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഇവിടെ സ്വധർമ്മം മോശമാണ്, എന്റെ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാപമെല്ലാം വന്നു ചേരും എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ആ കർമ്മത്തിന് പാപപ്രതികരണങ്ങളൊന്നും ഇല്ലെന്നും സ്വധർമ്മം ശ്രേയസിനെ ഉണ്ടാക്കുന്നതാണെന്നും പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ആദ്യം ചെയ്യുന്നത്. ആദ്യം അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് പിന്നീട് അവസാനത്തെ 6 അധ്യായങ്ങളിലാണ് പിന്നെ മുക്തിയെയും മോക്ഷത്തെയും ശ്രദ്ധയെയും വിശ്വാസത്തെയും കുറിച്ചിട്ടെല്ലാം പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കണം. ഒരിക്കലും മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ അഭിലാഷങ്ങളും അദ്ദേഹത്തിന്റെ താല്പര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ ജ്ഞാനം ഛർദ്ദിക്കലല്ല. അത് മറ്റുള്ളവരിൽ ചിലപ്പോൾ അറപ്പുളവാക്കും, വിദ്വേഷം ഉളവാക്കും, നമ്മളിൽ നിന്ന് അവർ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ മനോതലം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അതാണ് ഒരു ആചാര്യന്റെ ലക്ഷണം. ഇവിടെ ജഗദ്ഗുരുവാണ്, ഇവിടെ ഗീതാചാര്യനാണ് ഭഗവാൻ. അതുകൊണ്ട് ആ അന്തരാമിയായിട്ടുള്ള ഭഗവാൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അർജുനനെ പതുക്കെ ഉദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന ആരുരുക്ഷേർ മുനേർ യോഗം കർമ്മം കാരണമുച്ചതേ യോഗാരൂഢസ്യ തത്സൈവ ശമം കാരണമുച്ചതേ. ഇപ്രകാരം പരമപദപ്രാപ്തിയിലേക്ക്, ആ യോഗത്തിലേക്ക്, ഭക്തി യോഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ആരുരുക്ഷു എന്ന് പറയും. ഒരു കാര്യത്തിലേക്ക്, കർമ്മയോഗമാകട്ടെ, സാങ്ഖ്യയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, ബുദ്ധിയോഗമോ ഭക്തിയോഗമോ എന്തുമായിക്കോട്ടെ, അതിലേക്ക് പ്രവേശിക്കുന്നവനെ ആരുരുക്ഷു, യോഗാരുരുക്ഷു എന്ന് പറയും. പ്രവേശിക്കുന്നവൻ, കുതിരപ്പുറത്ത് കയറാൻ പരിശ്രമിക്കുന്നവൻ, അങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞാൽ ആ യോഗാരൂഢൻ കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞു, ആ യോഗത്തിൽ പ്രവേശിച്ചു, ഭക്തി യോഗത്തിലെല്ലാം പ്രവേശിച്ച് പരിശുദ്ധ ഭക്തനായിട്ട് തീർന്നു അദ്ദേഹം.
ദീക്ഷയെല്ലാം എടുത്ത് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചവനായി. ഇപ്രകാരം ആരാണ് പ്രവേശിക്കുന്നത്, ഇതിലേക്ക് വരണമെന്നുള്ള വാഞ്ചയോട് കൂടിയിട്ട്, ആഗ്രഹത്തോട് കൂടിയിട്ട്, എനിക്ക് മുക്തി വേണം, മോക്ഷം വേണം, പരമമായ ശാന്തി വേണം, പുനർജന്മമില്ലാത്തൊരു അവസ്ഥ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ആരാണ് ഈ ഭക്തി യോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അവൻ ആരുരുക്ഷുവാണ്, അവന് കർമ്മമാണ് കാരണം. അവൻ കർമ്മം ചെയ്യണം. കാരണം എന്താണ്? അവന്റെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കാനുണ്ട്. അന്ധകരണമാകുന്ന മനസ്സും ചിത്തവുമെല്ലാം ശുദ്ധീകരിക്കണം. അതുകൊണ്ട് അവന് കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ശമം കാരണമുച്ചതേ. എന്നാലോ യോഗാരൂഢന്, പ്രവേശിച്ചവന്, സന്യാസിക്ക്, യോഗിക്ക്, പരിശുദ്ധ ഭക്തന്, മഹാത്മാവിന് ശമം. അവന് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവന് വെറുതെ ഒന്ന് വീക്ഷിച്ചാൽ മതി, ലോകത്തിനൊന്ന് വീക്ഷിച്ചാൽ മതി. അല്ല, അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അവന് ഇന്ദ്രിയ നിഗ്രഹങ്ങളാണ്, ശമമാണ് അവന് കാരണം. ഉച്ചതേ, പറയപ്പെട്ടിട്ടുണ്ട് അർജുന, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരിൽ നിന്ന്? എൻ്റെ ആചാര്യനിൽ നിന്ന്. ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന സന്യാസിമാരിൽ നിന്നും, ആചാര്യന്മാരിൽ നിന്നും, അധ്യാപകരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല. നോക്കണേ, ഭഗവാന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് എൻ്റെ അഭിപ്രായമാണെന്ന്. നീ വിശ്വസിക്കണം, നീ വിശ്വസിച്ച് തീരൂ എന്ന് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മറ്റു മത പ്രവർത്തകരും പറയുന്ന പോലെ പറയാമായിരുന്നു. പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഭഗവാൻ എപ്പോഴും ഗുരുശിഷ്യ പരമ്പരയെ ആണയിട്ടിട്ടാണ് സത്യം ചെയ്യാറ്. ഇതിനു മുന്നും നമ്മൾ കണ്ടു, ഇനിയും കുറെ വരാനുണ്ട്. ഉച്ചതേ, പറയപ്പെടുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന്, എൻ്റെ ആധ്യാത്മിക ഗുരുവിൽ നിന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സത്സംഗങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. ശബ്ദം, വാണി, അതാണ് ഗുരുവാക്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാണുന്നത് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, കേൾക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ആചാര്യന്റെയും മറ്റു ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിച്ചാൽ മതിയാവും. കാരണം എന്താണ്? അതെല്ലാം ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്നാണ്. അതാണ് ഉച്ചതേ എന്ന് പറയുന്നത്. ആധ്യാത്മിക ഗുരുവിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദാച്യതേ. ഇങ്ങനെ സർവ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ആസക്തികളും കാമനകളുമെല്ലാം വെടിഞ്ഞിട്ടുള്ള ഒരു ഭക്തൻ യോഗാരൂഢനാണ്. അവൻ തന്നെയാണ് സങ്കല്പ സന്യാസി, അവൻ തന്നെയാണ് സന്യാസി എന്നറിയപ്പെടുന്നത്. അല്ലാതെ വേഷഭൂഷാദികളെ കൊണ്ട് ഒരാളിനെ തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു വരും, പാൻറ്റും സൂട്ടും കോട്ടും സ്വർണ്ണവളകളും മാലകളും എല്ലാം. സംസാരിച്ച് തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു പമ്പര വീടി ലോകത്തിൽ ഉണ്ടാവില്ല. അപ്പോ ഒരു ചട്ട കൊണ്ട് ഒരു പുസ്തകത്തിനെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ വേഷഭൂഷാദികളെ കൊണ്ട് യഥാർത്ഥ സന്യാസിമാരാണോ, നല്ല ഭക്തന്മാരാണോ, കപട സന്യാസിമാരാണോ, മിഥ്യാചാരന്മാരാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നവനാണ് മുനി, അതുപോലെ തന്നെ സന്യാസി, യോഗി എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് അർജുന, നീ എന്ത് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് പറയുന്നത്. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം ന അവസാദയേത് ആത്മൈവാഹി ആത്മനോ ബന്ധുഹു ആത്മൈവാ രിപുരാത്മനഃ. നിന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിന്റെ സത്സംഗത്തിലുള്ളവരോ നിന്റെ അയൽക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘപരിവർത്തകരോ രാഷ്ട്രീയക്കാരോ ഒന്നും തന്നെയല്ല. ആരാണ് നിന്റെ ബന്ധു? നീ തന്നെ. നിന്റെ ശത്രു മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മറ്റു കർമ്മകാണ്ഡികളോ അപ്പുറത്തെ അയൽവാസികളോ അവരോ ഇവരോ ഒന്നല്ല. ആരാണ് നിന്റെ ശത്രു? നീ തന്നെ. നീ തന്നെ നിന്റെ ശത്രുവായിട്ട് ഭവിക്കുന്നു, നീ തന്നെ നിന്റെ മിത്രമായിട്ട് ഭവിക്കുന്നു. വളരെ വലിയൊരു വേദാന്ത ഒരു ഇതാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾക്ക് ശത്രുക്കളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിന്റെ നില, നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് തന്നെയാണ് നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്നത്. അല്ലാതെ ഭഗവാനോ ഭൗതിക പ്രകൃതിക്കോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്കോ ബന്ധുമിത്രാദികൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ആർക്കും തന്നെ അതിലൊരു കൈയില്ല. തോന്നും നമുക്ക് പ്രേരകമായിട്ട് വർത്തിക്കുന്നു, പക്ഷെ അല്ല, എല്ലാം നമ്മുടെ മനസ്സിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ധരേതാൽ, നീ ആത്മാവ് കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തകളെ കൊണ്ട് നിന്റെ ആത്മാവിനെ ഉദ്ധരിപ്പിക്കും. ഇവിടെ ആത്മശബ്ദം കുറെ പറഞ്ഞിട്ടുണ്ട്. സാഹചര്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആത്മശബ്ദത്തെ മനസ്സിലാക്കാൻ. ഭഗവത്ഗീതയിൽ 18 സ്ഥലത്താണ് ആത്മശബ്ദം പറഞ്ഞിരിക്കുന്നത്. ചില സ്ഥലത്ത് ആത്മാവിനെ കുറിച്ച് പറയുന്നു, ജീവാത്മാക്കളായിട്ടും നമ്മളെ കുറിച്ച്. ചില സ്ഥലത്ത് പരമാത്മാവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്,
ചില സ്ഥലത്ത് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ഇന്ദ്രിയങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, ചില സമയത്ത് അന്ധകരണമാകുന്ന മനസ്സിനെയും ചിത്തത്തിനെയും മിഥ്യാഹങ്കാരത്തിനെയും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാഹചര്യം നോക്കിയിട്ട് വേണം ആത്മശബ്ദം മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ബുദ്ധി കൊണ്ട്, ചിന്തകളെ കൊണ്ട് നിന്റെ ആ ജീവാത്മാവിനെ ഉദ്ധരിക്കൂ. അതിനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടരുതേ, അത് ശത്രുവായിട്ട് ഭവിക്കുന്നു. അഗ്നി വളരെ നല്ലതാണ്, തീ. പക്ഷെ അത് എപ്രകാരം ഉപകരിക്കും എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും. അത് ദോഷവും ഉണ്ടാക്കും, ഗുണവും ഉണ്ടാക്കും. അല്ലെ, വീട്ടിൽ പാചകം ചെയ്യാൻ, വിളക്ക് കത്തിക്കാൻ, നമ്മുടെ സത്സംഗത്തിലൊക്കെ അഗ്നി കൂടിയേ തരൂ. പക്ഷെ ഈ അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചപ്പ് ചവറിന് തീയിടാം, വല്ലവരുടെ വീടിന് തീയിടാം, വാഹനങ്ങൾക്ക് തീയിടാം, കുടിലിന് തീയിടാം, തൊഴുത്തിന് തീയിടാം. ശരിയല്ല? അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച്. മൊബൈല് നല്ലതുമാണ് ചീത്തയുമാണ്, എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സിനെയും ചിത്തത്തിനെയും മിഥ്യാഹങ്കാരത്തിനെയും എപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിനക്ക് ഉത്കൃഷ്ട ലോകങ്ങളിലേക്കും അധമ ലോകങ്ങളിലേക്കും പോകാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് നീ ആത്മാവിനെ ഉദ്ധരിക്കൂ, നീ മുകളിലോട്ട് കൊണ്ടുവരൂ, അതിനെ ഒരിക്കലും താഴോട്ട് പ്രവേശിപ്പിക്കരുതേ. അത് നീ അതിനെ സുഹൃത്തായിട്ട് കാണൂ, ബന്ധുവായിട്ട് കാണൂ എന്ന് മനസ്സിലാക്കി. കാരണം ബന്ധുവായിരിക്കുന്ന സമയത്ത് നിന്റെ സുഹൃത്തായിട്ട്, നിന്റെ പ്രചോദനമായിട്ട് അത് വർത്തിക്കും. അല്ല, നീ അതിനെ തരം താന്ന ചിന്തകൾ കൂടിയിട്ട് വളരെ മോശമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും എല്ലാത്തിലും നീ ഒരു ന്യൂനത കണ്ടെത്തുകയും ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലോ അത് നിന്നെ താഴേക്ക് കൊണ്ടുവരും. നിന്റെ മനസ്സ് കലുഷിതമാവും. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള വിദ്വേഷം, അവൻ ശരിയല്ല, അത് ശരിയല്ല, അത് ഒരാൾ വന്നിരിക്കുന്നു, ഞാൻ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം നമുക്ക് വെറുപ്പ്, മാലിന്യം നിറച്ചൊരു കുപ്പത്തൊട്ടിയായിട്ട് മാറും നമ്മുടെ ഹൃദയവും മനസ്സും. അതിൽ നിന്ന് ദുർഗന്ധം വമിക്കാനായിട്ട് ആരംഭിക്കും. മണം വരല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തികളും നമ്മുടെ സംസാരവും എല്ലാം മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അർജുന, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതാഹ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാഭമാനയോഹോ. ഇപ്രകാരം ജിതാത്മനായിട്ട്, ജയിച്ചവനായിട്ട് ആത്മാവിനെ, അതായത് മനസ്സിനെയും ചിന്തകളെയും എല്ലാം അടക്കി നിർത്തിയിട്ട് അതിനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വിട്ടുകൊടുക്കാതെ നിയന്ത്രിച്ചുകൊണ്ട് എപ്പോഴും ശാന്തസ്വരൂപനായിട്ട്, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, മിതഭാഷയായിട്ട്, മറ്റുള്ളവർക്കെല്ലാം കേൾക്കാവുന്ന നല്ല നല്ല സംസാരങ്ങള് മാത്രം പറഞ്ഞുകൊണ്ട് ആ അന്തരംഗത്തിലിരിക്കുന്ന അന്തരാമിയായിട്ടുള്ള പരമാത്മാവിനെ നീ എപ്പോഴും ദർശിച്ചുകൊണ്ട് അതിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് സമാഹിതനായിട്ട് ജീവിക്കുന്നുവോ, ചൂടിലോ തണുപ്പിലോ മാനത്തിലോ അപമാനത്തിലോ സുഖത്തിലോ ദുഃഖത്തിലോ ലാഭത്തിലോ നഷ്ടത്തിലോ അല്ലെങ്കിൽ കല്ലിലോ കട്ടയിലോ സ്വർണത്തിലോ വെള്ളിയിലോ ഒന്നും തന്നെ യാതൊരു ഭേദമില്ലാതെ, വ്യത്യാസം ഉണ്ടെന്നറിയാം, അല്ലാതെ മന്ദബുദ്ധിയല്ല, ഒരു പൊട്ടനോ ഭ്രാന്തനോ അല്ല. ചൂട് ചൂടാണെന്നും തണുപ്പ് തണുപ്പാണെന്നും കല്ല് കല്ലാണെന്നും വൈരം വൈരമാണെന്നും സ്വർണ്ണ ബിസ്ക്കറ്റ് ആണെന്നും സാധാരണ ബിസ്ക്കറ്റ് ആണെന്നൊക്കെ അറിയാം ഇദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹത്തിന് അതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടൊന്നും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് യാതൊരു വ്യത്യാസം വരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതെല്ലാം നിസാരമാണ്, ക്ഷണികമാണ്, ഇതൊന്നും എനിക്ക് സുഖത്തെയോ അല്ലെങ്കിൽ മറ്റു ഉത്കൃഷ്ട ലോകങ്ങളെയും ഒന്നും തരുന്നില്ല, എന്റെ പ്രവർത്തനമാണ് എന്നെ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആസക്തിയില്ലാതെ, ദുരാഗ്രഹമില്ലാതെ, ഫലാസക്തിയില്ലാതെ സർവം ഈശ്വരനില് സമർപ്പിച്ചുകൊണ്ട് ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ ശാന്തിയെ പ്രാപിക്കുന്നു അർജുന എന്ന് പറഞ്ഞു. ഇനി എപ്രകാരമാണ് ആ പരമാത്മാവിനെ ദർശിക്കേണ്ടത്? അതിലേക്ക് പതുക്കെ പതുക്കെ വരികയാണ്. കാരണം നേരത്തെ പറഞ്ഞു, ഭോക്താരാം യജ്ഞ തപസാം, അങ്ങനെ സർവ്വലോകങ്ങളുടെയും മഹേശ്വരനായ ആധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും ഉടമസ്ഥനും നിയാമകനും നിയന്താവുമായിട്ടുള്ള ഭഗവാനെ നീ മനസ്സിലാക്കിയിട്ട്, എന്നെ മനസ്സിലാക്കിയിട്ട് നീ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ആ ശ്വാസോച്ഛ്വാസ ഗതിയെയെല്ലാം നിയന്ത്രിച്ച് പ്രാണനെയും അപാനനെയും വ്യാനനെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എന്നെ ഉപാസിക്കണം എന്ന് പറഞ്ഞു. ഇനി അതിലേക്ക് ഭഗവാൻ പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്. അതിനു മുന്നേ ഈ കർമ്മയോഗത്തിനെ കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ കർമ്മയോഗം വിട്ടുപോയാൽ നമ്മൾ അങ്ങനെയാണ്, ഒരു കാര്യം കിട്ടുമ്പോൾ മറ്റേ കാര്യം വിട്ടുപോകും. അപ്പോ ധ്യാനയോഗത്തെ കുറിച്ച് പറയുകയും വേണം ഭഗവാന്. അതേസമയം തന്നെ കർമ്മയോഗത്തിൽ കൂടെ മാത്രമേ ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നൊരു ഫാഷനായി മാറി. ഇന്ന് പല പല യോഗ സെന്ററുകള്,
അല്ലെ 41 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അഷ്ടാംഗ യോഗ പദ്ധതി പഠിപ്പിച്ചു തരാം, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം, നിങ്ങൾക്ക് യോഗ മാസ്റ്റർ ആവാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഫ്ലക്സുകളും ബോർഡുകളും എല്ലാം കാണാനായിട്ട് സാധിക്കും. സാധിക്കില്ല, പറ്റില്ല. വേദങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ വേദാന്തം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ യോഗസൂത്രങ്ങൾ അനുസരിച്ച് പറ്റില്ല. കാരണം യോഗശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? കർമ്മയോഗം നല്ലപോലെ അനുഷ്ഠിച്ച് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചിത്തത്തിനെയും എല്ലാം ശുദ്ധമാക്കിയിട്ട് അവബോധം അന്ധകരണം ശുദ്ധമാക്കി അവിടെ ഭഗവാന് ഇരിക്കാനുള്ള ഒരു സ്ഥലം തയ്യാറാക്കി കൊടുക്കണം. നിങ്ങൾ വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാൽ ഇരിക്കൂ. എവിടെയെങ്കിലും നിങ്ങൾക്ക് പോയി ഇരിക്കണം എന്ന് തോന്നി അവിടെ ചപ്പ് ചവറകള് മാലിന്യം വിസർജ്യം അവിടെ ഇരിക്കോ നിൽക്കോ നിങ്ങൾ ഓടി രക്ഷപ്പെടും, കണ്ടം വഴി ഓടും. അപ്പൊ അതുപോലെ ഭഗവാനും നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഇരിക്കണമെങ്കിൽ സ്വസ്ഥമായ സമാധാനമായ വൃത്തിയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹത്തിന്. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ ചിത്തശുദ്ധി വരുത്തണം. ചിത്തശുദ്ധി മാത്രമേ നിങ്ങളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം പുറത്തും ശുദ്ധിയായിരിക്കണം, ശരീരത്തിന്റെ ഉള്ളില് മനസ്സും ശുദ്ധിയായിരിക്കണം, രണ്ടും ശുദ്ധിയായിരിക്കണം. ശരീരം ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് കുറെ മാർഗങ്ങളുണ്ട്. കുളിക്കുക, ഷാംപൂ, സോപ്പ്, ഡിറ്റർജന്റ്, ഡെറ്റോൾ ഇതെല്ലാം ഉപയോഗിക്കുക. അന്ധകരണം എങ്ങനെ ശുദ്ധിയാക്കുക? ഡെറ്റോൾ കലക്കി കുടിച്ചാൽ മതിയാ? കുറെ ആസവം അരിഷ്ടം കഷായം കുടിച്ചാൽ മതിയാ? സോപ്പ് കലക്കി കുടിച്ചാൽ മതിയാ? ഇല്ല. അതിനാണ് മന്ത്രങ്ങള്, അതിനാണ് നിധിന്യാസങ്ങള്. അപ്പൊ ഭഗവത് ഭക്തിയുത സേവനം കൊണ്ട് നിങ്ങൾക്ക് അന്ധകരണം ഉള്ളിലുള്ളതും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യുന്നത് കൊണ്ട് ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും നിങ്ങൾക്ക് ശുദ്ധമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അർജുന, നീ ആ ധ്യാനിക്കാനായിട്ട് ഒരു ഇടം തെരഞ്ഞെടുക്കണം. ഇടം തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശുചൗദേശേ പ്രതിഷ്ഠാഭ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുചിതം നാദി നീചം ചൈലാഞ്ജിന കുശോത്തരം. അധികം ഉയർച്ചയും പാടില്ല, അധികം താഴ്ചയും പാടില്ല. ഒരു കുന്നിന്റെ മുകളിൽ അല്ലെങ്കിൽ 3-4 അടി ഉയരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴും നിങ്ങൾ. അതുകൊണ്ട് പേടിക്കണം. ഇനി കുഴിയിൽ ഇറങ്ങിയിരിക്കാൻ പറ്റില്ല, കാരണം വെള്ളം വരും, ഈർപ്പം ഉണ്ടാവും, ചിലപ്പോൾ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പോ സമനിരപ്പായിട്ടുള്ള ഭൂമിക്ക് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ തിരഞ്ഞെടുക്കണം. എന്നിട്ടോ ബലമുള്ളത്, ആടാൻ പാടില്ല, പലകയോ അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ വെക്കണം, അല്ലെങ്കിൽ ചാണകം മെഴുകിയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ടൈലിട്ടിട്ടുള്ള സ്ഥലം. അതിന്റെ ഉള്ളില് ചേലം വസ്ത്രമുണ്ടായിരിക്കണം. അജിനം, ആ മൃഗത്തിന്റെ തോല്, ഏതെങ്കിലും ആനയുടെയോ അല്ലെങ്കിൽ നമ്മുടെ മാനിന്റെയോ തോല്. ഇനി അതിന്റെ മുകളിൽ കുശപ്പുല്ല്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതൊന്നും പറ്റില്ല. ഇപ്പൊ യോഗ മാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്, കമ്പിളി കൊണ്ട് മറ്റുള്ള മാറ്റ് കൊണ്ട് പുല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മതി. അല്ലാണ്ട് ഈ കുശപ്പുല്ലോ അല്ലെങ്കിൽ മാനിന്റെ തോലൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ പൊക്കും. അപ്പോ അത് ഇതിനു വേണ്ടിയിട്ടാണ്, ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട്, ശരീരത്തിന്റെ ചൂട് നിലനിർത്താൻ. പിന്നെ ഈ വക വസ്തുക്കളിലൊന്നും ഇഴജന്തുക്കളിൽ വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആചാര്യന്മാർ കണ്ടുപിടിച്ച സൂത്രമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊന്നും പ്രായോഗികമല്ലാത്തത് കൊണ്ട് നമുക്ക് കമ്പിളി പുതപ്പ്, അതിന്റെ മുകളിൽ ഒരു വിരി, അല്ല യോഗ മാറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ നേരെ ഇരിക്കുക. എന്നിട്ട് പതുക്കെ നമ്മുടെ ആ കണ്ണുകള് മൂക്കിന്റെ അറ്റത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ആളുകള് കോങ്കണ്ണായിട്ട് മാറും, കുറെ നേരം മൂക്കിന്റെ അറ്റത്ത്. അതല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാൻ. ആ കണ്ണുകള് അർദ്ധമായിട്ട് അടച്ചു പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ, യോഗസൂത്രം നല്ല പോലെ ആചാര്യന്മാരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിയിരുന്ന കുറെ കഴിയുമ്പോൾ കണ്ണ് വേദന എടുക്കും, നമ്മുടെ കണ്ണ് കോങ്കണ്ണാവും. വേറെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ കണ്ണുകൾ പാതി അടഞ്ഞിട്ട് ഉറങ്ങാനും പാടില്ല, അതേസമയം കണ്ണ് തുറന്നിരിക്കാനും പാടില്ല. കണ്ണ് തുറന്നിരുന്ന എന്താണ്? ബാഹ്യ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവും. അപ്പൊ ബാഹ്യ വിഷയങ്ങളിലേക്ക് പോകാതെ അന്തരാമിയായിട്ടുള്ള നമ്മുടെ ആ ഭ്രൂമധ്യത്തിന്റെ നെറ്റിയുടെ നടുവിലുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അബ്രഹ്മജ്യോതി ഉണ്ടല്ലോ, ഒരു പ്രകാശമുണ്ട് നമ്മുടെ ഉള്ളില്. കറണ്ടെല്ലാം പോയാലും നമ്മൾ ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതീതി, ആ ഒരു പ്രകാശത്തിനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചാലോ ഉറക്കം വരും. നമ്മൾ ജപിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പാതി അടഞ്ഞ കണ്ണുകളായിട്ട് നമ്മള് മൂക്കിന്റെ അഗ്രത്തേക്ക് നോക്കിയിട്ട് എന്ന പോലെ, നോക്കാനല്ല പറഞ്ഞെങ്കിൽ നോക്കിയിട്ട് എന്ന പോലെ നമ്മള് അങ്ങനെ നേരെ ഇരുന്നിട്ട് തലയും നട്ടലും എല്ലാ പിൻഭാഗവും എല്ലാം നേരെ ഇരുന്നിട്ട് പത്മാസനത്തിൽ ഇരുന്ന് വളരെ സുഖമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് ആ പരമാത്മാവിനെ, എന്റെ തന്നെ പൂർണ്ണ ആ വിഭൂതിയായിട്ടുള്ള പൂർണ്ണാംശമായിട്ടുള്ള പരമാത്മാവിനെ നീ ധ്യാനിക്കൂ. എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം വലിച്ചു വിട്ടിട്ട്, അല്ല 16 സെക്കൻഡ് വലിച്ച് 32 സെക്കൻഡ് അവിടെ നിർത്തി, വീണ്ടും 16 സെക്കൻഡ് കൊണ്ട് വലിക്കുക, പിന്നെ 16 സെക്കൻഡ് കൊണ്ട് വലിക്കുക. അങ്ങനെ ഈ യോഗസൂത്രത്തെ കുറിച്ചിട്ട് ഭഗവാൻ
ഇനിയുള്ള 3-4 ശ്ലോകങ്ങളില് നല്ല പോലെ വിസ്തരിച്ച് ഉപദേശിച്ചു. എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നീ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ ഭക്ഷണ ക്രമീകരണം, ഉറക്കം, വിനോദം, ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ടാണ് ഇതിനെ ആചാര്യന്മാര് കണക്കാക്കുന്നത്. ഇത് യോഗികൾക്ക് മാത്രമല്ല, ഒരു മനുഷ്യനും ഇത് അനുവർത്തിക്കേണ്ടതാണ്. ഏതാണ്? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. അർജുന, ഒരു കാര്യം നീ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണെങ്കിലും നീ യുക്തമായിട്ട് വേണം ആഹാരവും വിഹാരവും നിന്റെ സ്വപ്നവും നിദ്രയും മൈഥുനവും എല്ലാം നിയന്ത്രിക്കാനായിട്ട്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വളരെ അമിതമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കിരിക്കാൻ പറ്റില്ല, വയറ് ബുദ്ധിമുട്ടാവും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭയങ്കരമായിട്ട് കേടുവരും, ഉറക്കം വരും, കിടക്കണമെന്ന് തോന്നും, ആലസ്യം വരും. അപ്പൊ അതുകൊണ്ട് മിതമായിട്ട് കഴിക്കൂ. കഴിച്ചില്ലെങ്കിൽ അതും പ്രശ്നം. അൾസർ, അപ്പൻഡിക്സ്, മറ്റുള്ള രോഗങ്ങൾ നമ്മളോടാണ് പറയുന്നത്. ഭഗവാനെ ശരണം പ്രാപിച്ച ഭഗവത്ഗീത വിദ്യാർത്ഥികളായിട്ട് വൈഷ്ണവ ഭക്തന്മാരോട് ഭഗവാൻ പറയുന്നത്, പലരും ഇന്ന് നിർജ്ജല ഉപവാസങ്ങള് മറ്റുള്ളവരെ കാണിക്കാനായിട്ട്, മാതാജി ഞാൻ ഇന്ന് നിർജ്ജല ഉപവാസമായിരുന്നു, മാതാജി ഞാൻ ഭീഷ്മ പഞ്ചകം 5 ദിവസം വെള്ളം കുടിക്കാതെ ഉപയോഗിച്ചു. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ വളരെ നല്ലത്. പക്ഷെ ശാസ്ത്രങ്ങളിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ലേ, വളരെ ശ്രദ്ധിക്കണേ. ആരെങ്കിലും എടുക്കണ കണ്ടിട്ട് നിങ്ങൾ ചെയ്യരുത്, മരണം വരെ സംഭവിക്കാം. അല്ല, നിങ്ങൾക്ക് രോഗങ്ങള്, പല പല ഉദര രോഗങ്ങൾ പിടിപ്പെടും. നിങ്ങൾക്ക് ദഹനക്കുറവ്, അൾസർ, പുളിച്ചു തേട്ടല്, ഗ്യാസ് ട്രബിള്, അത് ഇത്. പിന്നെ നിങ്ങൾക്ക് ഭഗവത് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനേ സാധിക്കില്ല. അതാണ് 1-2 ദിവസം എടുക്കും, പിന്നെ 360 ദിവസവും നിങ്ങൾ അവിടെ രോഗശൈലിയിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നോക്കൂ, നിങ്ങളുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബത്തിലെ അവസ്ഥ അനുസരിച്ചെടുക്കൂ. ഏറ്റവും പ്രധാനം എന്താണ്? ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ കീർത്തിക്കുക, പ്രചാരം ചെയ്യുക. അതാണ്. അല്ലാതെ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ, നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതൊന്നും ഭഗവാൻ നോക്കിയിരിക്കേണ്ടാവില്ല. അതൊക്കെ നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെ പേരിനും പ്രസക്തിക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാ. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാ, അല്ലാണ്ട് ഭഗവാന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു. കർമ്മങ്ങള് കാലത്തൊട്ട് വൈകുന്നേരം വരെ കഴുതയെ പോലെ പണിയെടുക്കാതെ ബുദ്ധിപരമായിട്ട് കുറച്ച് കർമ്മങ്ങൾ, നിങ്ങൾക്ക് ആവശ്യം വേണ്ട കർമ്മങ്ങൾ. കാരണം നിങ്ങളുടെ ശരീരം, മനസ്സ് എല്ലാം തളർന്നു പോകും. പിന്നെ ഭഗവാനെ വിളിക്കാൻ എവിടെ സമയം? അതുകൊണ്ടാണ്. അല്ലാണ്ട് കർമ്മം ചെയ്യുന്നത് ഭഗവാന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അസുഖങ്ങൾ വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കഴിക്കൂ എന്ന് പറഞ്ഞാൽ മിതമായിട്ട്, അല്ലാണ്ട് ഉപേക്ഷിക്കാനല്ല പറയണ കേട്ടോ. വളരെ ശ്രദ്ധിക്കണേ. ഇത് കേട്ടപ്പാടി ഒരു തന്നെ ഭഗവാൻ പറഞ്ഞു ഞാൻ ഇനി ഒരു നേരം ഭക്ഷണം കഴിക്കണോ? അല്ല. പണ്ട് തന്നെ ആചാര്യന്മാര് പറയാറുണ്ട്, നമ്മുടെ വയറിനെ, ആമാശയത്തിനെ 4 ചുരുക്കിയിട്ട് അതിൽ ഒരു ഭാഗം ആഹാരവും ഒരു ഭാഗം ജലവും പിന്നെ ബാക്കി 2 ഭാഗവും വായു സഞ്ചാരത്തിനായിട്ട് കുറയ്ക്കണം. ഇല്ലെങ്കിൽ അർദ്ധഭാഗം കഴിച്ചോളൂ. ഒരു ഭാഗം എന്ന് പറയുമ്പോ അപ്പൊ തന്നെ നിർത്തണം. അല്ലാതെ അതും കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കഴിക്കുകയാണെങ്കിലോ പിന്നെ വളരെ ബുദ്ധിമുട്ടായി. അയ്യോ, ശ്വാസം കിട്ടുന്നില്ല, അല്ല ബുദ്ധിമുട്ട്. അതുകൊണ്ട് മിതമായിട്ടുള്ള ആഹാരം, അല്ലെ, ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. ഇങ്ങനെ പറയുന്നത് ശാസ്ത്രങ്ങളില്. അപ്പൊ നിങ്ങൾ രോഗിയാണോ ദ്രോഹിയാണോ എന്ന് നിങ്ങൾ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി. എത്ര നേരം ഭക്ഷണം കഴിക്കണം, എത്ര കഴിക്കണം എന്ന്. മാത്രമല്ല, നമുക്ക് ഓരോ കോട്ടകളുണ്ട്. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് തേന തെക്തേന ഭുഞ്ചീത മാകൃതക്കസ്യ സിദ്ധനം. മറ്റുള്ളവരുടെ വസ്തുവകകള്, ധനമോ ആഹാരമോ ഒന്നും നീ അപഹരിക്കരുതേ ശിഷ്യ എന്നാണ് ഈശാവാസ്യ ഉപനിഷത്തിന്റെ പ്രഥമ ശ്ലോകം തന്നെ. ഭഗവാൻ പറയാണ്, എല്ലാവർക്കും ഞാൻ കോട്ടകൾ തന്നിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ആ ഒരു വിഭാഗം മാത്രമേ നിനക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. നീ മറ്റു വസ്തുക്കളുടെ ആഹാരം നീ കഴിക്കരുത്. നിന്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിന്റെ വീട്ടിലത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിനക്ക് സ്വാദ് തോന്നിയിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ട് അത് മുഴുവൻ കഴിക്കരുത്. കാരണം എന്താണ്? നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയതാണ്. നിനക്ക് മാത്രമായിട്ട് കഴിക്കുന്നത് പച്ചന്ത്യ, നീ പാപത്തെയാണ് ഭുജിക്കുന്നത് അർജുന എന്ന് 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. നോക്കണേ, ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? ഭഗവാൻ. ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? ഭഗവാൻ. സർവത്ര സമചിന്തയുള്ളവനാണ് ഭഗവാൻ. മനസ്സിലായ? കമ്മ്യൂണിസ്റ്റുകാര് ഭഗവാന്റെ ചിത്രമാണ് അവരുടെ നേതാക്കന്മാരുടെ ഏറ്റവും മുകളിൽ വെക്കേണ്ടത്. നിനക്ക് വേണ്ടിയിട്ട് മാത്രം അധ്വാനിക്കുകയാണ്, നിനക്ക് വേണ്ടിയിട്ട് മാത്രം നീ പാചകം ചെയ്യുകയാണ്, നിനക്ക് വേണ്ടിയിട്ട് മാത്രം നീ ഭുജിക്കുകയാണ്, നീ പാപിയാണ്. നീ നിന്റെ അയൽവാസികളെ നോക്കൂ,
നീ നിന്റെ കുടുംബാംഗങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും സമഭാവനയോടെ കാണുവാനുള്ള ഉപദേശം കൊടുത്തവനാണ് നമ്മുടെ ഗോവിന്ദൻ കൃഷ്ണൻ. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ആദ്യത്തെ കോൺഗ്രസ്സുകാരനുമാണ്, ആദ്യത്തെ BJP കാരനുമാണ്, സംഖ്യയാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും. ഇനി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഭഗവത്ഗീതയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇത്രയും ഒരു നല്ലൊരു വ്യക്തിയെ, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷകനെ കാളിയനോട് പറഞ്ഞ ഏയ് നദി വൃത്തികേടാക്കരുത്, പോകൂ ഇവിടെ നിന്ന്. പ്രകൃതി സംരക്ഷകൻ. അവിടെ ഇന്ദ്രന് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്, അദൃശ്യനായിട്ടുള്ള ദൈവത്തിനെയല്ല പൂജിക്കേണ്ടത്, ദൃശ്യനായിട്ടുള്ള ഗോവർദ്ധനത്തിനെയാണ്. പർവ്വതത്തെ സംരക്ഷിക്കൂ, കുന്നുകളെ സംരക്ഷിക്കൂ. ഗാർഗിൽ പറഞ്ഞ മാതിരി നിങ്ങളുടെ സഹ്യപർവ്വതങ്ങളെ, നിങ്ങളുടെ മലനിരകളെ നിങ്ങൾ സംരക്ഷിക്കൂ, ഇടിച്ചു നിർത്തരുതേ. അതിന്റെ ഭവിഷ്യത്തുകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയോ 5000 ചില്ലാനം വർഷങ്ങൾക്ക് മുന്നേ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രകൃതി സ്നേഹി ആരാണ്? ഭഗവാൻ തന്നെ. അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകൾ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും ആദ്യമായിട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ പേരുകൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അർജുന യഥാ ദീപോ നിവാദസ്തോ സ്നേഹദേ സോപമാ സ്മൃത യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. ആ കാറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഇളകാതെ ഇരിക്കുന്ന ഒരു ദീപനാളം പോലെ യോഗിയുടെ മനസ്സ് എപ്പോഴും എന്നില് ആസക്തിയോട് കൂടിയിട്ട് നിരന്തരം ഇളകാതെ, ബാഹ്യമായിട്ട് വിഷയങ്ങളിലേക്ക് പോകാതെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലേക്ക് പോകാതെ, മറ്റു ഭൗതികാസക്തികളിലേക്ക് പോകാതെ ഏകനായിട്ട് ഇരുന്നു കൊണ്ട് എന്നെ എപ്പോഴും സ്മരിക്കണമെന്ന് എൻ്റെ ആചാര്യൻ സ്മൃതാഹ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നു എൻ്റെ ഗുരു പറയുന്നത്. ഇവിടെയും സ്റ്റേറ്റ്മെന്റ് ഗുരുശിഷ്യ പരമ്പരയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇങ്ങനെ ആരാണ് യോഗത്തില്, ഭക്തിയോഗത്തില് അല്ലെങ്കിൽ ധ്യാന യോഗത്തില് നല്ല പോലെ മുഴുകുന്നത്? അവൻ സന്യാസി തന്നെയാണ്, അവൻ യോഗി തന്നെയാണ്. പതുക്കെ പതുക്കെ നീ എന്ത് ചെയ്യണം? സങ്കല്പ പ്രഭവാൻ കാമ തെക്വാഹ. അങ്ങനെ ഒറ്റടിക്ക് നമുക്ക് ഭക്തി വരില്ല, ഒറ്റടിക്ക് നമുക്ക് ബാഹ്യ വിഷയങ്ങളെ ഉപേക്ഷിക്കാനും പറ്റില്ല. പറ്റുമോ? നമുക്ക് ഇല്ല. ഒരു സുപ്രഭാതത്തില് ഇറച്ചിമീനും കഴിക്കരുത്, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം, 16 മാല ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവര് പിന്നെ വരില്ല നാളെ തൊട്ട്. അവരെന്നെ പതുക്കെ 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 ശനൈ ശനൈ ഉപരമേ, പതുക്കെ പതുക്കെ ആസക്തികൾ പോകട്ടെ. 5 വർഷം മുന്നും 10 വർഷം മുന്നും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് നിത്യാഭ്യാസി ആനയെടുക്കും, പയ്യെ തിന്നാൽ പ്ലെയിനും തിന്നാന്ന് പറയണ പോലെ പതുക്കെ പതുക്കെ നമ്മള് അർജുന ഈ കാമങ്ങളെയെല്ലാം ആദ്യം മോശമായവയെ ഉപേക്ഷിച്ച് പിന്നീട് നല്ലതിനെ. എന്തിനാ നല്ലതിനെ ഉപേക്ഷിക്കുന്നത്? നല്ലതും നിന്നെ ഊർധ്വലോകങ്ങളിലേക്ക് എത്തിക്കും, സ്വർഗലോകങ്ങളിലോ മഹർലോകങ്ങളിലോ തപലോകങ്ങളിലോ പിതൃലോകങ്ങളിലോ. പക്ഷെ പുണ്യം ക്ഷയിക്കുമ്പോഴോ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. 9-ാം അധ്യായത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അപ്പൊ അതുകൊണ്ട് ആദ്യം നീ ചീത്തയെ ഉപേക്ഷിക്കൂ, പിന്നെ നീ നല്ലതിനെ ഉപേക്ഷിക്കൂ. പതുക്കെ പതുക്കെ, പെട്ടെന്ന് ചെയ്യരുത്, അത് ശരീരത്തിന് ദോഷം വരുത്തും, ശരീരത്തിന് മനസ്സംഘർഷണം ഉണ്ടാക്കാൻ പാടില്ല. സുഖമായിട്ട് ഇതൊരു കുരിശായല്ലോ, അയ്യോ 16 മാല ജപിക്കണല്ലോ, അയ്യോ എനിക്ക് മംഗളാരതിക്ക് പോകണല്ലോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. പതുക്കെ മനസ്സിനെ സന്തോഷത്തോട് കൂടിയിട്ട് ഭജതാം പ്രീതിപൂർവകം, പ്രീതിയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് വേണം ഭഗവത് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ദദാമി ബുദ്ധിയോഗം, ഭഗവാൻ നമുക്ക് ബുദ്ധിയും ആ പരമപദ പ്രാപ്തിയിലേക്ക് എത്താനുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയുള്ളൂ. ശ്രദ്ധിക്കണേ. അപ്പോ എപ്പോഴും നാം ചെയ്യേണ്ടത് സന്തോഷത്തോട് കൂടിയിട്ട്, എന്ത് തന്നെ ആയാലും സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചുകൊണ്ട്, ജപമായിക്കോട്ടെ, സ്വാധ്യായമായിക്കോട്ടെ, ഭഗവത്ഗീത ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മംഗളാരതി ആയിക്കോട്ടെ, ദാമോദരാരതി ആയിക്കോട്ടെ, പാത്രം കഴുകലായിക്കോട്ടെ, കക്കൂസിൻ കുളിമുറിയും വൃത്തിയാക്കലായിക്കോട്ടെ, സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാ കർമ്മങ്ങളും ആ ഈശ്വരാർപ്പണ ബോധത്തില് ഫലാസക്തി ഉപേക്ഷിച്ചിട്ട് ചെയ്യുക. ഇപ്രകാരം ആരാണ് എന്നെ സർവചരാചരങ്ങളിലും കാണുന്നത്? കാരണം പരമാത്മാവിനെ ദർശിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സർവചരാചരങ്ങളിലും ഈ 84 ലക്ഷം ജീവയോനികളിലും ആരാണ് ഉണ്മയായിട്ട് പ്രവർത്തിക്കുന്നത്? ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ. അങ്ങനെ അദ്ദേഹം സമം സർവത്ര ദർശിയായിട്ട് മാറുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുക? കാരണം ഞാൻ തന്നെയാണ് അവന്റെ ഹൃദയത്തിലും ഇരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലും ജീവാത്മാവും പരമാത്മാവും ഇരിക്കുന്നു. ആ ജീവാത്മാവും പരമാത്മാവുമാണ്. അല്ലെങ്കിൽ ജീവാത്മാവ് വേറെയായിരിക്കാം, പക്ഷെ ഭഗവാന്റെ വിഭിന്നാംശമാണ്, ഭഗവാന്റെ ഒരു അംഗമാണ്.
ഭഗവാന്റെ പൂർണ്ണാംശമായിട്ടുള്ള പരമാത്മാവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൈ നമ്മൾ തന്നെ തല്ലിയൊടിക്കോ? നമ്മുടെ കണ്ണില് ഈർക്കിളി കൊണ്ട് നമ്മൾ തന്നെ കുത്തോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിനെ കൊന്നു തിന്നാനായിട്ട് സാധിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഒരു പൂവ് ഇറുക്കുമ്പോൾ തന്നെ, ഒരു പൂവ് പൊട്ടിക്കുമ്പോൾ തന്നെ, ഒരു തുളസി കതിര് നുള്ളുമ്പോൾ തന്നെ പരിശുദ്ധ ഭക്തന്മാര് 2 തവണ ചിന്തിക്കും, ഈശ്വര, ഞാൻ ഇതിന്റെ അംഗമാണല്ലോ പൊട്ടിച്ചെടുക്കാൻ പോകുന്നത്, ഇതിന്റെ സൗരഭ്യമാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ. പിന്നെ എങ്ങനെയാണ് ജീവികളെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുക? ജീവികളെ വധിക്കാൻ തോന്നുന്നത്? മനുഷ്യരെ കൊല്ലാൻ തോന്നുന്നത്? അതാണ്. അപ്പോ ഇപ്രകാരം സമഭാവനയോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിച്ച് എന്നെ എപ്പോഴും സർവാത്മന ശരണം പ്രാപിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്തു. ഇങ്ങനെ ഈ ധ്യാനയോഗത്തെ കുറിച്ച് കുറച്ചു കാര്യമെല്ലാം കേട്ടപ്പോ അർജുനന് സംശയം വന്നു. കാരണം ഇത് എത്ര എളുപ്പമല്ല ഈ കാര്യങ്ങൾ പറയാൻ. നല്ല എളുപ്പമാണ്, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പറഞ്ഞതെല്ലാം മനസ്സിലായി എനിക്ക്. മധുസൂദന, മധുവിനെ സൂദനം ചെയ്തവനെ, രാക്ഷസനെ വധിച്ചവനെ, എന്റെ മനസ്സും ഒരു രാക്ഷസനെ പോലെയാണ്. ഭഗവത്ഗീതയിലെ പേരുകളൊന്നും വെറുതെ പറയണതല്ല. ആ ശ്ലോകത്തിന് അനുബന്ധമായിട്ടാണ് വേദവ്യാസ മഹർഷി അർജുനന്റെ പേരുകളും ഭഗവാന്റെ പേരുകളെല്ലാം ചേർക്കുക. 18 അർജുനന്റെ നാമങ്ങളും 18 ഭഗവാന്റെ നാമങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് പല അധ്യായങ്ങളിലായിട്ട്. ചിലതൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്, കൗന്ദേയ, പാർത്ഥ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ. അപ്പോ അതില് ആ സാഹചര്യത്തിനനുസരിച്ച്, ശ്ലോകത്തിനനുസരിച്ചാണ്. ഇവിടെ മധുസൂദന, മധു രാക്ഷസാനാം സൂദനം ഇതി മധുസൂദനഃ. മധു എന്ന രാക്ഷസനെ ഇല്ലായ്മ ചെയ്തവൻ, സൂദനം ചെയ്തവൻ മധുസൂദനൻ. ഇവിടെ ആരാണ്? എന്റെ സംശയം, എന്റെ മനസ്സ് രാക്ഷസനായിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കും. അത് ചഞ്ചലത്വാ സ്ഥിതാം, അത് ചഞ്ചലമാണ് എപ്പോഴും, അല്ലെ? ഇപ്പൊ തന്നെ ക്ലാസ് കേൾക്കുന്നതിന്റെ ഇടയില് 40 മിനിറ്റായി, നിങ്ങൾ എത്രയോ ചിന്തകൾ വന്നു, 40,000 ചിന്തകൾ വന്നിട്ടുണ്ടാവും. എത്രയോ തവണ നിങ്ങൾ ജോലി സ്ഥലത്ത് പോയി വന്നു, എത്രയോ തവണ നിങ്ങളുടെ മക്കളുടെ അടുത്തും പേരക്കുട്ടികളുടെ അടുത്തും പോയി വന്നു, ഗൾഫിലെ ഭർത്താക്കന്മാരുടെ അടുത്ത് പോയി വന്നു, ഭാര്യമാരുടെ അടുത്ത് പോയി വന്നു, വിദേശ രാജ്യങ്ങളിൽ കറങ്ങി വന്നു. ചഞ്ചലമാണ് അത്, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള വിമാനത്തിനേക്കാളും വേഗതയിലാണ് ആര് സഞ്ചരിക്കുന്നത്? നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഭഗവാനെ, മധുസൂദന. കാരണം എന്താണ്? അത് ചഞ്ചലമാണ്. അതെന്ന് പറഞ്ഞാൽ ബലഭദ്രിടം, പ്രമാദനം ചെയ്യുന്നവനാണ്. കടയുക, പ്രമദനം ചെയ്തിട്ട് പാലാഴി കടയണമാരിങ്ങനെ കടഞ്ഞ് ദുഷ്ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല ചിന്തകളാണെന്ന് പോട്ടെ, സാരില്ല എന്ന് വിചാരിക്കാം. നമ്മുടെ മനസ്സിൽ നിന്ന് ജപിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് എന്താണ്? ദുഷ്ചിന്തകൾ. പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ വരുന്നത് ദുഷ്ചിന്തകൾ എല്ലാം. ആലോചിച്ച് നോക്കൂ. കാരണം എന്താ? ആ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വന്നത് എന്താണ്? കാളകൂട വിഷം, ഹലാഹല വിഷം. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ മഹാദേവനൊക്കെ അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഏതൊരു നല്ല പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ആദ്യം വരുന്നത് ദുഷ്ചിന്തകളായിരിക്കും, ചീത്ത ചിന്തകളായിരിക്കും. പേടിക്കേണ്ട. എന്നിട്ട് അത് വിചാരിച്ചിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ അമൃതിനെ നിങ്ങൾക്ക് പാനം ചെയ്യാൻ പറ്റില്ല, നല്ലതിനെ പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പല പല തടസ്സങ്ങൾ ഉണ്ടാവും. യോഗമായ, മഹാമായ, മായ, ഇതെല്ലാം നമ്മളെ പിടിച്ചു വലിക്കും, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. പക്ഷെ അതിലൊന്നും പതറാതെ, പിന്മാറാതെ, വീരശൂര പരാക്രമിയായിട്ട്, പോരാളിയായിട്ട് അതിനെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് ആരാണ് ഭഗവത് സേവനം നടത്തുന്നത്, അവന് മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ. അതാണ് വേദാന്തം നേരത്തെ ഉറക്കെ അട്ടഹസിച്ചത്. ഏയ്, നിങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ, ഞാൻ പോലുമില്ല. ഭഗവാൻ പറയും, ഞാൻ പോലും നിന്നെ സഹായിക്കില്ല, നിനക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്റെ മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ഭർത്താവോ ആരും തന്നെ ഇല്ല, നിനക്ക് നീ മാത്രമേ ഉള്ളൂ. ശരിയല്ല? തോന്നാറില്ലേ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടുള്ള സമയത്ത്, ദുഃഖിച്ചിരിക്കുന്ന സമയത്ത്, ആരുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ പ്രഭു. അതന്നെ വേദാന്തം അതാ പറയണത്. അത് ഇപ്പോഴേ തന്നെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. അല്ല, എനിക്ക് എല്ലാവരും ഉണ്ട്, മരണസമയത്തും എല്ലാവരും ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി പോക്കാം. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനാം ന അവസാദയേത്. നീ നിന്റെ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒന്നും താഴേക്ക് കൊണ്ടുവരരുത്, അതിനെ ഉദ്ധരിക്കൂ, എന്റെ അടുത്തേക്ക് വരൂ. അങ്ങനെ നീ തന്നെ പരിശ്രമിച്ചുകൊണ്ട്, അല്ലെ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ വണ്ടി ഓടിച്ച് ലൈസൻസ് എടുക്കേണ്ടത് ആരാണ്? അവൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മറുകര എത്തേണ്ടത് ആരാണ്? അവൻ തന്നെയാണ് നീന്തിയിട്ട്.
പരീക്ഷ എഴുതേണ്ടത് ആരാണ്? അവൻ തന്നെയാണ്. ഇന്റർവ്യൂവിന് പോവേണ്ടത് ആരാണ്? അവനോ അവളോ ആണ്. അതുപോലെ എല്ലാതും നമ്മുടേതായിട്ടുള്ള പ്രയത്നം കൊണ്ട് അതിനൊരു സുഖം ഉണ്ടാവും. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് കിട്ടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല, നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പ്രയത്നം കൊണ്ട് ദീക്ഷയായാലും ഗുരുആശ്രയായാലും മറ്റു ശ്രദ്ധവാനായാലും എന്തായാലും നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾ അത് നേടിയെടുക്കൂ. അതിനൊരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും. ഇതെല്ലാം കേട്ടപ്പോ ഭഗവാനും മനസ്സിലായി, ഓ അർജുനൻ പറഞ്ഞതല്ല നല്ല പോലെ കേട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒരു വിശ്വാസം വന്നിട്ടില്ല. ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ ബുദ്ധിമാനാണ്. ഭഗവാന്റെ ശൈലി നമ്മളെല്ലാവരും കേൾക്കണം. വെറുതെ വായിച്ചു കൊണ്ടത് മാത്രമായില്ല, ഭഗവാന്റെ ട്രിക്കുകൾ നമ്മൾ നോക്കണം. ഭഗവാന്റെ സംസാര രീതി, ഭഗവാന്റെ പെരുമാറ്റങ്ങള്, ഭഗവാന്റെ ഉദാഹരണങ്ങള്, ഭഗവാൻ എങ്ങനെയാണ് ആ ഉയർന്ന നിലവാരത്തിൽ നിന്ന് PhD ലെവലിൽ നിന്ന് താഴേക്ക് LKG UKG സ്റ്റൈലിലേക്ക് വരുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, അർജുന നീ പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യമേ തന്നെ നീ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും, അല്ലെ? എനിക്ക് ചെയ്യാൻ പറ്റില്ല പ്രഭു, ശരിയാ നിനക്ക് ചെയ്യാൻ പറ്റില്ല, നീ ചെയ്യണ്ട, കഴിഞ്ഞു. പിന്നെ ആ ഭക്തൻ വരില്ല, നിങ്ങളോട് സംസാരിക്കില്ല. അപ്പൊ അസംശയം മഹാബാഹോ, കരുത്തുള്ളവനെ, മഹാബാഹോ, മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനെ, പ്രാപ്തിയുള്ളവനെ, വീരശൂര പരാക്രമിയെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നീ എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്, മഹാബാഹോ. ആ പേര് തന്നെ കേട്ടപ്പോ അർജുനന് എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ മോട്ടിവേഷൻ സ്പീക്കർ ആരാണ്? നമ്മുടെ ഗോവിന്ദൻ. ആലോചിച്ച് നോക്കും. ഇതുമാതിരിയുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറിനെ നിങ്ങൾക്ക് ലോകത്തിൽ കിട്ടില്ല. നമ്മൾ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കാൻ പോവും, അല്ലെ? സുഖത്തിലിരുന്ന് AC റൂമില് ഫാനൊക്കെ ഇട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച്, അല്ലെ, സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ കേൾക്കും. അവിടെ iPad-ലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഇരുന്ന് കുത്തിയിരുന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷെ ഇവിടെ ആ സ്ഥിതി നോക്കൂ. ശബ്ദകലുഷിതമായിട്ടുള്ള യുദ്ധരംഗത്താണ് ഇവിടെ വിദ്യാർത്ഥിയും ഗുരുവും ഇരിക്കുന്നത്, മോട്ടിവേഷൻ സ്പീക്കറും കേൾക്കാനുള്ള ഓഡിയൻസ് ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ സ്ഥിതി. അതും എങ്ങനെ തളർന്ന്, ഇന്ദ്രിയങ്ങളെല്ലാം തളർന്ന്, അല്ല, കറങ്ങി, മനസ്സിനില്ലാതെ ഛർദിക്കാൻ വരണു, അല്ലയോ തല കറങ്ങുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റണില്ല, എന്റെ ഗാണ്ഡീവം കയ്യിൽ നിന്ന് പോകുന്നു. അങ്ങനെ വികലമായിട്ട് ഹിസ്റ്റീരിയ ബാധിച്ച അല്ലെങ്കിൽ പക്ഷപാതം പിടിച്ച തളർന്നു പോയിട്ടൊരു മനുഷ്യനെയാണ് ഇവിടെ 2 മണിക്കൂർ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അല്ലാതെ അവിടെ AC മുറിയിലിരുന്ന് സുഖമായിട്ടിരിക്കുന്ന ആ സാധനങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, സംശയമൊന്നുമില്ല, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മനസ്സിനെ നിഗ്രഹം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അർജുന. നീ പറഞ്ഞത് നല്ല കാര്യമാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗേണ ച ഗൃഹ്യതേ. പക്ഷെ അർജുന ചെയ്യാൻ പറ്റും, ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. എങ്ങനെ? തൂ നിശ്ചയമാകും, എന്നാലാകട്ടെ ചെയ്തവരുണ്ട് കൗന്ദേയ. കുന്തി പുത്ര, നിന്റെ അമ്മ ചെയ്തിട്ടുണ്ട്. നോക്കണേ, ഉടനെ തന്നെ അമ്മയെ എക്സാമ്പിൾ ആയിട്ട്. കാരണം അർജുനൻ അറിയാം, അച്ഛനേക്കാളും കൂടുതൽ കണ്ടിരിക്കുന്നത് ആരാണ്? അമ്മയെ. അമ്മയാണ് അദ്ദേഹത്തിന്റെ റോൾ മോഡല്. കാരണം ഇത്രയും പരിശുദ്ധമായിട്ടുള്ള സ്ത്രീ, ഭക്തിയുടെ പര്യായം, വിജ്ഞാനത്തിന്റെ, ജ്ഞാനത്തിന്റെ, സഹനശക്തിയുടെ, വൈരാഗ്യത്തിന്റെ, വിരക്തിയുടെ, എല്ലാത്തിന്റെയും പ്രതീകമാണ്. ഒരു നല്ല അമ്മായിമ്മയുടെ, ഒരു നല്ല അമ്മയുടെ, ഒരു സഹോദരിയുടെ, എല്ലാത്തിന്റെയും റോൾ മോഡലാണ് കുന്തി ദേവി. അതുകൊണ്ട് ഭഗവാൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കൗന്ദേയ അല്ലെങ്കിൽ പാർത്ഥ, പ്രതയുടെ പുത്ര, ഈ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അർജുനോട് പറഞ്ഞു, നീ കുന്തി പുത്രനല്ലേ, കൗന്ദേയനല്ലേ, നിനക്ക് ചെയ്യാൻ പറ്റും. നിന്റെ അമ്മ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് വിവാഹത്തിന് മുന്നേ മകനുണ്ടായി, ഉപേക്ഷിച്ചു, അത് കൺമുമ്പില് നിന്റെ ശത്രുവായിട്ട് വന്നിരിക്കുന്നു. അതിനുശേഷം വിവാഹം കഴിച്ചു, ഭർത്താവ് 2ാമതും കല്യാണം കഴിച്ചു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അന്യ പുരുഷന്മാരിൽ നിന്ന്, അന്യദേവന്മാരിൽ നിന്ന് ബീജം സ്വീകരിക്കേണ്ടി വന്നു, അപ്പോഴും പ്രശ്നം ഉണ്ടായില്ല. മരിച്ചു, ആ ദാമ്പത്യം അനുഭവിക്കുന്ന സമയത്ത് ശാപം കിട്ടി, ദാമ്പത്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോശാവസ്ഥ. ഇവിടെ അർജുനന് 3 വയസ്സായിട്ടുള്ള സമയത്ത്, 3-4 വയസ്സായിട്ടുള്ള സമയത്ത് അച്ഛൻ മരിച്ചു, പലായനം ചെയ്തു. അവിടെ നിന്ന് മറ്റു സ്ത്രീയുടെ 2 മക്കളെയും കൂടെ തന്റെ മക്കളായിട്ട് വളർത്തേണ്ടി വന്നു. ചെറിയ കുട്ടികൾ 5 പേരെയും. ഒരു സ്ഥലത്ത് പോയിട്ട് ദാസിയായിട്ട്, അവിടെ കൊട്ടാരത്തില്, ഹസ്തിനാപുരത്തില് രാജകുമാരിയാണ്, പട്ടമഹിഷിയാണ്, പക്ഷെ ദാസിയെ പോലെ കഴിയേണ്ടി വന്നു. അങ്ങനെ നിന്റെ അമ്മ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് കൗന്ദേയ. അഭ്യാസം കൊണ്ട്, നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട്, എക്സർസൈസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വൈരാഗ്യാണ്, വിരക്തി കൊണ്ട്. മലയാളത്തിലെ വൈരാഗ്യമില്ല,
മലയാളത്തിലത്തെ വൈരാഗ്യം എന്ന് പറഞ്ഞ വിദ്വേഷം, ദേഷ്യം. ആദികർത്താ പ്രഭുവിന്, പൈതൽ പ്രഭുവിന്, രാജേന്ദ്ര പ്രഭുവിനോട് ഭയങ്കര വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം, കണ്ടാമിണ്ടില്ല, അവര് ഒരു കാര്യം സംസാരിക്കില്ല, അതുപോലെ. പക്ഷെ ഇവിടുത്തെ വൈരാഗ്യം എന്താണ്? വിരക്തി, മനസ്സിൽ നിന്നുണ്ടാവുന്ന വിദ്വേഷമല്ല, വെറുപ്പല്ല, അത് എനിക്കുള്ളതല്ല, അത് എന്നെ സഹായിക്കില്ല, അത് നിസാരമാണ്, അത് ക്ഷണികമാണെന്നുള്ള ഒരു ചെറിയ തോന്നല്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് തീപ്പെട്ടി പടങ്ങളോട്, വളപ്പൊട്ടുകളോട്, സ്റ്റാമ്പുകളോട്, പളങ്കുകളോട്, നിറമുള്ള കല്ലുകളോട് ഇതൊക്കെ നിങ്ങൾക്ക് ആകർഷണം തോന്നിയിരിക്കും. ഇപ്പോഴോ അതെല്ലാം ഉപേക്ഷിച്ചു, വിരക്തി വന്നു നിങ്ങൾക്ക്. അതിനോട് വെറുപ്പുണ്ടോ? വെറുപ്പൊന്നുമില്ല. അതിനോട് അമിതമായ സ്നേഹമുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അർജുന, യാതൊരു ശക്യവുമില്ലാതെ നിനക്ക് നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് മനസ്സിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നദികളെ തടഞ്ഞു നിർത്താം, കാറ്റിനെ തടഞ്ഞു നിർത്താം, ഓടി വരുന്ന ആനകളെ തടഞ്ഞു നിർത്താം, മതയാനകളെ തടഞ്ഞു നിർത്താം, കൊമ്പനാനകളെയും പശുവിനെയും കാളക്കൂറ്റന്മാരെയും തടഞ്ഞു നിർത്താം, മനസ്സിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഭഗവാൻ പറഞ്ഞു, പറ്റും അർജുന, നീ മഹാബാഹുവാണ്, നീ കൗന്ദേയനാണ്, നിനക്ക് പറ്റും. പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ലോകത്തില്, അല്ലെ? നിനക്ക് പറ്റും. പക്ഷെ അതിന് അഭ്യാസം വേണം, നിത്യാഭ്യാസം വേണം, പിന്നെ വിരക്തിയും വേണം. ഇത് എനിക്ക് വേണ്ട, ഇത് എന്നെ ദോഷം ചെയ്യും, അങ്ങനെയുള്ള ഒരു ധാരണയും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിലോ നമുക്ക് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ പറ്റും, മയക്കുമരുന്നുകളും മദ്യപാനവും നിർത്താൻ പറ്റും, മറ്റുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പൊ ഇത് കേട്ടപ്പോ വീണ്ടും അർജുനന് സംശയം വന്നു. അല്ല ഭഗവാന്, ഞാനിതെല്ലാം വളരെ ബുദ്ധിമുട്ടി ധ്യാനിച്ച് ശരീരമെല്ലാം ക്രമീകരിച്ച് ഭക്ഷണത്തിലും വിഹാരത്തിലും ശയനത്തിലും മൈഥുനത്തിലും എല്ലാം നിയന്ത്രണം വെച്ചിട്ട് എനിക്കതിന്റെ പൂർണ്ണതയിൽ എത്താൻ സാധിച്ചില്ലെങ്കിലോ, ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടിയില്ലെങ്കിലോ? നമുക്കെല്ലാവരും വരുന്നൊരു ചോദ്യമാണ്, അല്ല? പ്രഭു, എനിക്ക് മോക്ഷം കിട്ടുമോ? എനിക്ക് ദീക്ഷ എടുക്കാൻ പറ്റുമോ? ദീക്ഷ എടുത്തെങ്കിലല്ലേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് ആളുകളുടെ തെറ്റിദ്ധാരണ. അപ്പൊ ഞാൻ 60ാമത്തെ വയസ്സിലാണ് ഇപ്പൊ ഭഗവത്ഗീത വായിക്കുന്നത്, 70ാമത്തെ വയസ്സിലാണ് ഞാൻ ജപിക്കാൻ തുടങ്ങുന്നത്. ഇനി എനിക്ക് വെറും വിരലെണ്ണാവുന്ന വർഷങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ ജന്മത്തിൽ കിട്ടൂ, അടുത്ത ജന്മം ഇനി വീണ്ടും തുടങ്ങണ്ടേ? അടുത്ത ജന്മത്തിൽ ഞാൻ ആരായിട്ട് ജനിക്കുമെന്നും അറിയില്ല. ഇതിനുള്ള ഉത്തരമാണ് ഭഗവാൻ നൽകുന്നത്. മനസ്സിലായ? ഇത് പറഞ്ഞിട്ടുണ്ട്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോഭയാത് എന്ന് 2ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് തന്നെ ഭഗവാൻ കുറച്ചും കൂടി വിസ്തരിച്ചു പറയുന്നു. എന്താ പറയുന്നത്? അർജുന, അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ഭക്തന്മാർക്ക് അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? നഹി കല്യാണകൃത് കഷ്ടി ദുർഗതിം താത ഗച്ഛതി. നല്ലത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് അവർ വരികയേ ഇല്ല. ഞാൻ സമ്മതിക്കില്ല. പരമാത്മാവായ ഭഗവാനായിട്ടുള്ള ഞാൻ സമ്മതിച്ചിട്ട് വേണ്ട അവർക്ക് താഴെ വരാനായിട്ട്. അവർ പരിശ്രമിക്കും താഴെ വരാനായിട്ട്, പക്ഷെ പെട്ടില്ല. തോന്നും മറ്റുള്ളവർക്ക്, അയ്യോ അദ്ദേഹം ജപിക്കണില്ലല്ലോ, അദ്ദേഹം മോശക്കാരനായല്ലോ എന്നൊക്കെ തോന്നും മറ്റുള്ളവർക്ക്. പക്ഷെ അത് തോന്നല് മാത്രമാണ്, ഒരിക്കലുമില്ല. ഈ ജന്മത്തില് ഞാൻ അവരെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യും. അവരെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകും. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത ശാശ്വതയാമദേഹ. അവരെ ഞാൻ എങ്ങനെയെങ്കിലും ഊർധ്വലോകങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അവസാന കാലഘട്ടത്തിലെങ്കിലും ഞാൻ അവരെ ഊർധ്വലോകങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കും. ഇനി ഏതെങ്കിലും 1%, 2% അവർക്ക് പെട്ടില്ല. അവര് വീണ്ടും വീണ്ടും ബലമായിട്ട് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ ഈ ജന്മത്തിലെ ജീവിതം അവസാനിപ്പിക്കുക, എനിക്ക് വേണ്ട വൈകുണ്ഠ ലോകം എന്നെല്ലാം പറഞ്ഞ് വാശിയോട് കൂടിയിട്ട് എന്തോ മറ്റുള്ളവരോടുള്ള ഒരു പ്രതികാരം തീർക്കാനായിട്ടാണെങ്കിലോ, യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദീ ദുർലഭതരം ലോകേ ജന്മം യദീദൃശം. അവര് അടുത്ത ജന്മത്തില് പരിശുദ്ധ ഭക്തന്മാരുടെ മക്കളായിട്ട് ജനിക്കുന്നു. അവര് നല്ല നല്ല സമ്പന്നന്മാരുടെയും ഈശ്വര വിശ്വാസികളുടെയും പൂജാരിമാരുടെയും ദീക്ഷ എടുത്തവരുടെയും എല്ലാം മക്കളായിട്ട് ജനിക്കും. അപ്പൊ എന്താ ഗുണം? അവർക്ക് നിർബന്ധമായിട്ട് അത് അനുസരിച്ചേ മതിയാവൂ. ദീക്ഷ എടുത്തിട്ടുള്ള കുട്ടികളുടെ മക്കളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ തന്നെ ജനിച്ചു കഴിഞ്ഞാലോ, ഒന്ന് സ്വാഭാവികമായിട്ട് അവര് പൂജാതി കർമ്മങ്ങള്, ജപം, കീർത്തനം എല്ലാത്തിലും നമ്മൾ പറയാതെ തന്നെ ഏർപ്പെടും. അല്ലാതെ വേറെ മാർഗമില്ല. അച്ഛനമ്മയും പോകുമ്പോ അവരുടെ പിന്നാലെ പോകേണ്ടി വരും. അച്ഛനമ്മ എവിടേക്കാണ് പോകുന്നത്? ക്ഷേത്രത്തിലേക്ക്, സത്സംഗത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്. ഇങ്ങനെ നമ്മള് ആ
കുടുംബത്തിൽ വന്ന് പിറക്കാനായിട്ട് ഇടവരുന്നു. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രഭു എനിക്ക് 16 മാല ജപിക്കാൻ സാധിച്ചില്ല, വേണ്ട, അടുത്ത ജന്മത്തിൽ ഇത് ലാസ്റ്റ് നിങ്ങളുടെയാണ്. അടുത്തതിന്റെ മുന്നിലത്തെ തൊട്ടടുത്തുള്ള മോക്ഷം കിട്ടുന്നതിന്റെ മുന്നിലത്തെ ഒരു ജന്മമാണ്. കഴിഞ്ഞു 99ാമത്തെയാണ് 100. അടുത്തതിൽ പെർഫെക്റ്റ് ആയി നിങ്ങൾ. മനസ്സിലായോ? ഈ ജന്മത്തിൽ തന്നെ ചിലപ്പോൾ ആവും, ഇല്ല എന്ന് പറയണില്ല. നമ്മുടെ സ്ഥിതി നമുക്കറിയാൻ പറ്റില്ല. ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയൊരു ജന്മം കൂടി മാത്രമേ നിങ്ങൾക്കുള്ളൂ ഭഗവാന്റെ കാഴ്ചപ്പാടനുസരിച്ച്. കാരണം അടുത്ത ജന്മത്തിൽ നിങ്ങൾ ജനിക്കാൻ പോകുന്നത് സന്യാസിമാരുടെയോ ടെമ്പിൾ പ്രസിഡന്റിന്റെയോ വലിയ വലിയ ഭക്തന്മാരുടെയോ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആയിട്ടാണ് നിങ്ങൾ ജനിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള ജന്മം വളരെ ദുർലഭമാണ് അർജുന. അതുകൊണ്ട് നീ നിരന്തരം എന്നെ സ്മരിച്ചുകൊണ്ട് ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്ത് അങ്ങനെ ചിത്തശുദ്ധീകരണത്തിലൂടെ പതുക്കെ അപരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് ഉയരൂ. അങ്ങനെ സർവചരാചരങ്ങളെയും ഞാൻ തന്നെയാണെന്ന് വിചാരിച്ച് അവയെ സ്നേഹിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കൂ. നോക്കൂ, ഇത് തന്നെയല്ല മറ്റു മതങ്ങളും പറയുന്നത്. നമ്മുടെ യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും എല്ലാം വർദ്ധിച്ച സമയത്ത് ഫലാസക്തിയോട് കൂടിയിട്ട് കാമ്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു ജനവിഭാഗം നമുക്കുണ്ടായി. സവർണരായിട്ടുള്ള ആളുകൾ. അവര് മറ്റുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ പതുക്കെ കുറച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഇതെല്ലാം ഞങ്ങളുടേതെന്ന ഭാവേന അവര് പതുക്കെ അവര് കൈക്കടത്തലുകളെല്ലാം നടത്തിയിട്ട് അവരത് പിടിച്ചു വെച്ചതിന്റെ ഫലമായിട്ട് എത്രയോ തിക്താനുഭവങ്ങൾ ഉണ്ടായി. അപ്പൊ അവര് യാഗങ്ങളും യജ്ഞങ്ങളും പശുക്കളെയും മറ്റുള്ള നാൽക്കാലികളെയും എല്ലാം കൊല്ലാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് ദൈവപുത്രനായിട്ട് ഒരാൾ വരുന്നത്. നിന്റെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ, നിന്റെ പോലെ നിന്റെ സമൂഹത്തെയും സ്നേഹിക്കൂ, എല്ലാവരെയും സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കാനായിട്ട് ആരംഭിച്ചു. പിച്ചക്കാരെയും ഭിക്ഷക്കാരെയും കുഷ്ഠരോഗികളെയും എല്ലാവരെയും. ഇത് കണ്ട ഭാരതീയര്, ഓ ഈശ്വര, ഇവനാണല്ലോ ദൈവം, ഇവനാണല്ലോ ദൈവപുത്രൻ, ഞങ്ങളുടെ മതം എന്ത് പറയുന്നു, മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ചാതുർവർണ്യമായിട്ട്. അതിലേക്ക് മതം മാറ്റം ആരംഭിച്ചു. നോക്കണേ. പക്ഷെ ഇവിടെ നോക്കൂ, ഭഗവാൻ ഇദ്ദേഹം വന്നിട്ട് 2000 ചില്ലാനും വർഷമായിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഭഗവാൻ 5000 ചില്ലാനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല, അത് മനസ്സിലാക്കാനും സാധിച്ചില്ല. നോക്കൂ, അത് ഒരാൾ പറയുന്നു നിന്റെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, വേറൊരാൾ വന്നിട്ട് പറഞ്ഞു നിന്റെ പോലെ നിന്റെ സമൂഹത്തെയും സ്നേഹിക്കുക, നിങ്ങളുടെ ജാതിക്കാരെയും സ്നേഹിക്കുക. പക്ഷെ നമ്മുടെ കക്ഷി പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. എല്ലാവരും ഒരു കുടുംബത്തിലെ ആളുകളാണ്, ലോകത്തിലുള്ള സർവരും എന്റെ അംശമാണ്, നിന്റെ കൂട്ടുകാരാണ്, നിന്റെ അച്ഛനും അമ്മയുമാണെന്ന്. ഏതാണ് ശ്രേയസ്കരമെന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷെ അതിനെ പ്രചാരം ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചില്ല. അതിന്റെ ഭവിഷ്യത്തുകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്യുവർ ഡിവോട്ടീസ്, ഭഗവാന്റെ ആ ഒരു ഉപദേശങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കണം. അല്ലാതെ വീട്ടിലിരുന്നിട്ട് 24 മണിക്കൂറും ജപിച്ചത് കൊണ്ടോ ഭഗവത് ഭക്തിയുത സേവനം ചെയ്തത് കൊണ്ടോ ഒന്നും നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവില്ല. നിങ്ങൾക്ക് ഉണ്ടാവും ഒരു പക്ഷെ നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും, നിങ്ങളുടെ ചുറ്റും ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്കും ആ പകർച്ചവ്യാധി വരും. അതുകൊണ്ട് നിങ്ങളും ചെയ്യുക, നിങ്ങളും പ്രചാരം ചെയ്യുക. പ്രചാരമാണ്, പ്രീച്ചിങ് ഇസ് ദ എസെൻഷ്യൽ. നമ്മള് ആ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഡൈലൂട്ട് ആക്കാതെ അതേമാതിരി തന്നെ ആളുകൾക്ക് പറഞ്ഞ് ഭഗവാന്റെ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല പോലെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആ യോഗിനാമഭി സർവേഷാം മധ്യതേനന്തരാത്മന ശ്രദ്ധവാൻ ഭജതേ യോമാം സമേ യുക്തതമോ മദഃ. ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് ആ ഭക്തിയോഗം അനുഷ്ഠിക്കുന്ന ഭക്തിയോഗി. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ആ ഭക്തിയോഗി. സന്യാസിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ആ ഭക്തിയോഗി. മുനിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുകയും എന്നെ നിരന്തരം സ്മരിച്ചുകൊണ്ടും കർമ്മം ചെയ്യുന്ന ആ ഭക്തിയോഗി. അവൻ എല്ലാവരിലും വെച്ച് യുക്തനാണ്, ശ്രേഷ്ഠനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സന്യാസിയും യോഗിയും ഒന്ന് തന്നെ. നിങ്ങൾ ഈ കഥ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും സന്യാസിമാരാണ്, മുനിമാരാണ്, യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാവിധി ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പാന്റ് ഷർട്ട് ഇട്ടവരായിരിക്കാം,
ചുരിദാർ ഇട്ടവരായിരിക്കാം, സാരി എടുത്തവരായിരിക്കാം, കാഷായ വസ്ത്രങ്ങളോ താടിയും മീശയും നീട്ടി വളർത്തിയവരോ അല്ലെങ്കിൽ രുദ്രാക്ഷമാലകളോ വിഭൂതികളോ ചന്ദനമോ തേച്ചവരോ ഒന്നും ആയിരിക്കില്ല. എല്ലും തോലും ആയിരിക്കില്ല. നല്ല കുട്ടപ്പന്മാരായിരിക്കും, നല്ല 6 പാക്ക് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി പാക്ക് ആൾക്കാരായിരിക്കും. പക്ഷെ ഇതൊന്നും ബാധിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച്, ഭഗവാനെ സംബന്ധിച്ച് ഫലാസക്തിയില്ലാതെ നിത്യനൈമിത്തിക കർമ്മങ്ങൾ ആരാണ് അനുഷ്ഠിക്കുന്നത് അവനാണ് യോഗി, അവൻ തന്നെയാണ് സന്യാസി. രണ്ടുപേരും വ്യത്യസ്തമാണ്. ശരി, വേദാന്തത്തിന്റെ കാഴ്ചപ്പാടിൽ സന്യാസി വേറെ, ഫലാസക്തിയില്ലാതെ വൈരാഗ്യം വന്ന് നിശ്ചലമായിട്ടിരിക്കുന്നവൻ. യോഗി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവൻ. അപ്പൊ രണ്ടുപേരും ഒന്ന് നിശ്ചലമായിരിക്കുന്നല്ലോ നിവൃത്തി മാർഗത്തില്, ഒന്ന് പ്രവൃത്തി മാർഗത്തിലാണെന്നൊക്കെ ചിന്ത വരും. പക്ഷെ ഫലത്തിന്റെ ഏകത്വം കൊണ്ട് രണ്ടുപേരും എത്തുന്നത് എവിടെയാണ്? ആ പരമനിരപേക്ഷ സത്യത്തില്, പരമപദപ്രാപ്തിയില്, വൈകുണ്ഠ ലോകത്തില്, മോക്ഷത്തില്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഭക്തിയോഗം അനുഷ്ഠിക്കുന്ന യോഗിയെയാണ് അർജുന. അതുകൊണ്ട് നീ ഭക്തി മാർഗത്തിലൂടെ സ്വധർമ്മമെല്ലാം ആചരിച്ച് കർമ്മം ചെയ്യൂ, നീയും സന്യാസിയായി തീരും എന്ന് പറഞ്ഞ് ഇവിടെ ഈ 47 ശ്ലോകങ്ങളോടൊത്ത ധ്യാനയോഗം ഉപസംഹരിച്ചു. ഓം തത്സത്. ഇത് ശ്രീ മഹാഭാരതേ ശതസാഹസ്രാം സംഹിതായാം വൈയാംസിക്യാം ഭീഷ്മപർവണേ ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായഃ. ഓം ശാന്തി ശാന്തി ശാന്തി.